പ്രധാനമായി ചായ ദിവസം നൽകുന്നല്ലോ. എന്നാണ് ഞങ്ങൾ പഠിച്ച കാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞ ഇന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സുകളുടെ ക്രമീകരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ 8 മണിക്ക് ആരംഭിക്കും. ആകുമ്പോൾ 10-15 മിനിറ്റ് മാക്സിമം ഉപയോഗിച്ചു ദൈവസ്തുതിക്കും. ഒരു മനസ്സിന്റെയും ചിന്തകളുടെയും ഒരു ഏകീകരണത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ആ സമയത്ത് വിശേഷം ലഭിക്കുന്ന സമയത്ത് വേണ്ടി സമയം പരിഗണിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃത്യതയോടെ ക്ലാസ്സിൽ വരിക. ധാരാളം ക്ലാസ്സുകളിൽ ബുധനാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ബുധനാഴ്ചകളിൽ ക്ലാസ്സിന് എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ എടുക്കുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് പിശാചിന്റെ തന്ത്രമാണെന്ന് മനസ്സിലാക്കി നേരത്തെ പ്രവർത്തിച്ച് ഒഴിവാക്കി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം ഇടയ്ക്ക് പറഞ്ഞു പഠിക്കുക. നമ്മൾ സത്യത്തെക്കുറിച്ചുള്ള പ്രജ്ഞാനത്തിലേക്കും തിരിച്ചറിവിലേക്കും വെളിപ്പാടിലേക്കും വരിക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കരുതെന്ന് നിർബന്ധം ആൾക്കുണ്ട്. അപ്പൊ അതിനെന്ത് വേണമെങ്കിലും നമുക്ക് ഉപകാരം ചെയ്തു തരും. കർത്താവിന് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. കർത്താവ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം അടുത്തിരുന്നു. അദ്ദേഹം വിരോധിയായിട്ടല്ല എന്നാണ് വിപരീതമായ ദിശയിലാണ് എന്ന് ഞാൻ സഹായിക്കട്ടെ. ഞാൻ അത് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് കൃത്യമായിട്ട് ഓരോ മാസങ്ങളിൽ ഓരോ ആവശ്യം. എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ ആരെയും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള നിലയിലാണ് ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കുന്നത്. 2 മോഡൽ ക്വസ്റ്റ്യനുകൾ പരീക്ഷിച്ചതായിട്ട് നമുക്ക് അന്വേഷണം അങ്ങനെ ശ്രമിക്കുന്നത്. ആ മോഡൽ ക്വസ്റ്റ്യനുകൾക്കകത്തും തന്നെ ആയിരിക്കും ഫൈനൽ ക്വസ്റ്റ്യനുകൾ വരുന്നത്. അതുകൊണ്ട് ടെൻഷൻ ആർക്കെങ്കിലും കൂടുതലായിട്ടോട് ചേർന്നവർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആകാൻ വേണ്ടി പറഞ്ഞാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ ഉന്നതമായി ഇത് ഏകദേശം വ്യക്തത ഉണ്ടാകപ്പെടണം. കഴിവ് സഹായിക്കും. ദൈവത്തിന് എങ്ങനെ പഠിക്കാമെന്നുള്ളത് പഠിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി. കാരണം നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചോദിച്ച പോലെ വിശാലം ഉണ്ടെങ്കിൽ ഇടം കൊടുക്കേണ്ട കാര്യമില്ല. സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വിശാലം ഇടം കൊടുത്തിരിക്കുക. പിന്നെ നിർബന്ധിക്കുന്നില്ല. സ്കൂളിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നത് നമ്മളെല്ലാം കാണാൻ തന്നെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇന്നലെ ആപ്ലിക്കേഷൻ ഫോംസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അനുബന്ധമായി വേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവിടെ ലഭിക്കണം. ഒരു മാസം 50 കറൻസി രജിസ്ട്രേഷൻ ഫീസ് 100 ഇതിന്റെ കാര്യം പ്രവർത്തിച്ചു. ഇന്നൊരു കാര്യം അത്യാവശ്യം ഓർപ്പിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വർഷം നിങ്ങൾ ലീവ് നേരത്തെ ഏതായാലും
എന്തായാലും നാട്ടിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ തീരുമാനിച്ചാണ് പോകുന്നത്. വെക്കേഷന് പോകുന്നവർ മാത്രം അങ്ങനെയുള്ളവർക്ക് ആപ്ലിക്കേഷൻസ് അത് വാങ്ങിച്ച് അതോടൊപ്പം തന്നെ നമ്മളെല്ലാം ആദായ സംബന്ധിച്ച ഒരു പല നിലയിൽ വിശാലം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാണ് വിശാലം. അതുകൊണ്ട് നമ്മൾ ഏതെല്ലാം നിലയിൽ അതുകൊണ്ട് നിങ്ങൾ ആ കോപ്പിയുടെ പിന്നെ മാസ്റ്റർ രോഗം വന്നാൽ എന്താ ചെയ്യുക? രോഗം വന്നാൽ അതിന് അങ്ങനല്ലേ അതിന് കമ്പനി കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളും വിധിഗ്രാമിന്റെ കാര്യം കഴിയുമ്പോൾ അദ്ദേഹത്തെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ ക്ഷണിച്ചപ്പോൾ പ്രശ്നമില്ല. കുറെ വലിയ മഹാരാജാവ് വന്നു വെച്ചിട്ട് ഞാൻ പോകുമെന്ന് ചോദിച്ചു. അത്രയും ഗൗരവമായിട്ട് നമ്മൾ ഇതിനെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ മറ്റെന്തിനേക്കാളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വീഴ്ച പരമാവധി ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കാര്യങ്ങളൂടെ നമ്മുടെ നോട്ട്സിനകത്തൊക്കെയുള്ള കുറച്ച് ബന്ധുക്കളൊക്കെ നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ജഷൻ ചെയ്യുന്നുണ്ട്, കളക്ഷൻസ് ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പരീക്ഷ നല്ലതാണ്. പരീക്ഷയിൽ അകപ്പെടാതിട്ട് എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കുന്നത്. പരീക്ഷ വചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. പക്ഷെ പരീക്ഷയിൽ എന്ത് ചെയ്യും? അകപ്പെട്ടു പോകുന്ന ഇടപാടുകളൊക്കെ കഴിഞ്ഞ ആളുകൾ നടന്നുകൊണ്ടിരുന്നു. അതെല്ലാം ഇനി നിങ്ങളതിന് അകപ്പെടാൻ ഞങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും അതുകൊണ്ട് സഹായിക്കട്ടെ. സന്തോഷത്തോടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ച സമയം വളരെ വിലപ്പെടുവാനുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചത് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ എന്തിനാണ് 4 സുവിശേഷങ്ങളുടെ ആവശ്യകത എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിച്ചു. നമ്മളെ കഴിയുന്നിടത്തോളം നമ്മളെല്ലാം ഉന്നതരുള്ളത് യാഥാർത്ഥ്യം ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാത്തതുകൊണ്ട് എപ്പോഴും പിന്നെ നെഗറ്റീവ് എനർജി നെഗറ്റീവിലേക്ക് പോകുക. ഒന്നോർത്ത് നമുക്ക് ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുന്നതിനേക്കാൾ കേൾക്കാൻ ഇഷ്ടമല്ല വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചോ പത്രത്തിനകത്തോ ഇപ്പം പിന്നെ വലിയ വലിയ നല്ല നന്മയുടെ കാര്യങ്ങൾ എഴുതിയാൽ നമ്മളെ ദുഃഖം വരുന്നത്. അതുകൊണ്ടാണ് മാധ്യമക്കാരെല്ലാം തന്നെ ഈ കുറ്റവുമായി ബന്ധപ്പെട്ട് അതിക്രമങ്ങൾ, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തകർച്ചകൾ ഇങ്ങനെ നല്ല കാര്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ആ ദേവദാസനെ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം എൻ്റെ ദീർഘകാല സുഹൃത്താണ്. നമുക്ക് വന്നു അപ്പോൾ ഇതിനെല്ലാം പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ളൊരു ശ്രമമാണ് ഈ മാധ്യമങ്ങളിലും എല്ലാവരും ശ്രമിച്ചുകൊണ്ട്. ഇപ്പം ഈ ചാനലുകളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ 24 മണിക്കൂർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എന്ത് നെഗറ്റീവായിട്ടുള്ള വലിയ കാര്യം കിട്ടും, എന്തോ വലിയ അപകടം നടക്കും, അല്ലെ എന്തോ വലിയ തിന്മ ലോകത്തിൽ സംഭവിച്ചു. ഇതിനു വേണ്ടിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. നന്മയ്ക്ക് വേണ്ടിയുള്ള ചർച്ച ഒരു വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മലയാള മാധ്യമങ്ങളെല്ലാം സാഹിത്യ മാധ്യമങ്ങളാണെങ്കിലും ദൃശ്യമാധ്യമങ്ങളാണെല്ലാം ഈ നെഗറ്റീവ് അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതാണ്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തകരുടെ കുഴപ്പമല്ല, ജനം ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു നിലവാരത്തിൽ. ആത്മീയ ലോകത്ത് ഇപ്പം വളരെ ശക്തമായിട്ട് ഇങ്ങനെയുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ സംസാരിക്കാനാണ് ഒരുമിച്ച് കൂട്ടിച്ചാലും എന്താ പറയുന്നത്. യോഗം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ആലയത്തിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് അത് ഓർത്ത്
പുറത്തുനിന്ന് മാറി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ 3-4 സഹോദരിമാർ കൂടി ഇരുന്ന് ദേവാലയയുടെ പുതിയ മോഡലിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷനുകളാണ്. സഹോദരന്മാരാണെങ്കിൽ അത് അവരുടെ ജോലി സംബന്ധമായി ഇവിടെ വല്ല വളരെ തീപ്പൊരി പ്രശ്നം കേട്ടാലും അത് മതിയെപ്പോൾ ഉള്ളിൽ സംഗ്രഹിക്കാനുള്ള നിർബന്ധം കൊണ്ടായിരിക്കും പുറത്ത് ഈ പറയാത്തത്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ളൊരു ടെൻഡൻസി ഉള്ളൊരു ലോകത്തിലാണ് നമ്മൾ അതിന്റെ നടുവിൽ നന്മയ്ക്ക് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് തിന്മയ്ക്ക് വേണ്ടിയുള്ള പ്രേരണ വരുന്നത് നെഗറ്റീവായിട്ടല്ല പിശാച് കൊണ്ടുവരുന്നത്, പോസിറ്റീവായിട്ട്. അപ്പൊ ഇതിന്റെ നടുവിൽ നമ്മൾ എങ്ങനെ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നുള്ളതിന് അടിസ്ഥാനപരമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും നമുക്ക് നിൽക്കുന്നത്. ഇന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ ക്രിസ്തീയ മതത്തിന്റെ ഭാഗമാണ് നമ്മുടെയൊക്കെ ബുക്കിനകത്തും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനകത്തും ഒക്കെ ഏത് റിലീജിയൻ ആണെന്നുള്ളത് നമ്മൾ ക്രിസ്ത്യൻ എന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നിലയിലാണ്, അല്ലെങ്കിൽ ഇന്ന മതം എന്ന് കാണിക്കും. പക്ഷെങ്കിൽ സത്യത്തിൽ കർത്താവ് ഒരു മതസ്ഥാപകനാണോ, യേശു ഏതെങ്കിലും മതം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അത്യന്താപേക്ഷിതം. പൗലോസ് ഒരിക്കൽ വിസ്താരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ റെഫറൻസ് ഓർക്കുന്നില്ല. പ്രവൃത്തി 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. പൗലോസിനെ ദേശാധിപതിയുടെ മുമ്പിൽ കൊണ്ട് വിസ്തരിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ, ഫെലിക്സിന്റെ മുമ്പിൽ വിസ്തരിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ, യെരുശലേമിൽ നിന്ന് കുറച്ച് ഒരു വക്കീൽ ഉൾപ്പെടെ അവർ വന്നിട്ട് അദ്ദേഹത്തിന്റെ അന്യായം, തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഒരു വക്കീൽ ഉൾപ്പെടെയുള്ള ആൾ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ അന്യായം വളരെ വിശദമായിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് അതിനോട് പ്രതികരിക്കുന്ന ഒരു ഭാഗം പ്രവൃത്തി 24-14 എന്താ ഒന്ന് വായിക്കാമോ? എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, ഇവർ മതഭേദം എന്ന് പറയുന്ന മാർഗപ്രകാരം. ഇതെന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു ഭാഗമാണ്. ഇവർ മതഭേദം എന്ന് പറയുന്ന ഞാൻ പിന്തുടരുന്ന എന്താണ് ഒരു വ്യക്തമായി പറഞ്ഞൊരു കാര്യം. ഇവരിതിനെ എന്താ പറയുന്നത്? ഇംഗ്ലീഷ് വായിച്ചാൽ ഒരു റിലീജിയസ് സെക്ട്, ഒരു മത വിഭാഗം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിൻഗാമികളായിട്ട് പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന് ശിഷ്യത്വത്തിലേക്ക് വന്നവരുടെ പിന്തുടർച്ച യേശുവിന്റെ അപ്പോസ്തലന്മാരുടെ തൊട്ട് പിന്നാലെ വരുന്നവരാരും പൗലോസും കൂടെ. അപ്പൊ പൗലോസിനെ വിസ്തരിച്ച വന്ന ഒരു വക്കീലിന്റെ നേതൃത്വത്തിൽ, ഒരു നിയമജ്ഞന്റെ നേതൃത്വത്തിൽ വന്ന് വിസ്താരം കഴിക്കാൻ വേണ്ടി ഫെലിക്സിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വന്നപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോണം, അവരപ്പം അത്ര ഗൗരവമായ ഭാഷ വേണം അവർ ഉപയോഗിക്കാൻ. അവർ പറയുന്നതും വിസ്താരം നടക്കുക. ആ സന്ദർഭത്തിൽ പൗലോസ് തിരിച്ച് ഒരു ന്യായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള മനുഷ്യനാരും പൗലോസ് തിരിച്ചു പറയാ ഇവര് പറയുന്ന ഈ മതഭേദം എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഞാനൊരു മതത്തിന്റെ വ്യക്താവല്ല, ഒരു സെക്റ്റിന്റെ, ഒരു റിലീജിയസ് സെക്ട്, ഒരു വിഭാഗത്തിന്റെ വ്യക്താവല്ല, അതിന്റെ ഭാഗവുമല്ല. അതല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞാനെന്താ ചെയ്യുന്നത്? ഒരു മാർഗം ജനത്തിന് പറഞ്ഞു കൊടുക്കുക, ഒരു വഴി ഞാൻ കാണിച്ചു കൊടുക്കുക. യേശുക്രിസ്തു എന്താ പറഞ്ഞു? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അതിനകത്തൊരു മതവിഭാഗത്തെ ഉടലെടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു പരിശ്രമങ്ങളും യേശുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് വേദോത്സവിക്കാം. അപ്പം പിന്നെ നാട്ടുനടപ്പിന് വേണ്ടി, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ലീഗൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോഴും അല്ലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതിൽ കവിഞ്ഞ് നമ്മൾ ആത്മീയ ധാരണയിൽ നമ്മളൊരു മതത്തിന്റെ ഭാഗമല്ല. നമ്മൾ ക്രിസ്തു നമ്മുടെ മുമ്പിൽ തിരിച്ചൊരുക്കിയ ഒരു നമ്മുടെ കർത്താവിന് വഴിയൊരുക്കുകയും യോഹന്നാൻ സ്നാപകന്റെ കാര്യം നമ്മൾ ഇന്നത് പരാമർശിക്കുക. ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് പറയുകയാണ്. ഒരു വഴി ഒരുക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 4 സുവിശേഷങ്ങളുടെ ആവശ്യകത എന്തായിരുന്നു. ഒരേ വിഷയം തന്നെ വിവിധ സുവിശേഷങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച്
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. ഇനി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഈ 4 നിലകളിലാണ് യേശുക്രിസ്തുവിനെ 4 സുവിശേഷകന്മാര് പരിചയപ്പെടുത്തുന്നത്. അതിൽ 3 സുവിശേഷങ്ങൾ സമാനതയോടെ ഒരുമിച്ച് നിൽക്കുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സമവീക്ഷണ സുവിശേഷം. നിങ്ങൾ നോട്ട് കൊണ്ടുപോയി വായിച്ചു എന്നുള്ളൊരു തെളിവാണ്. പേര് പ്രതികരിച്ചു. വെരി ഗുഡ്. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വർഷം പഠിക്കും. സബ്ജക്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ ഇനിയും ഗൗരവമായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം മാത്രം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. മറ്റു 3 സുവിശേഷങ്ങളും ഏകീകൃതമായിട്ട് നിൽക്കുന്നു. ഒരേ സമാന വീക്ഷണത്തിൽ നിൽക്കുന്നു. പല സംഭവങ്ങളും സമാന രീതിയിൽ ആവർത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ പഴയ നിയമം നൽകിയ ചില സൂചനകളുടെ നിവർത്തീകരണമാണ് യേശുക്രിസ്തു ഭൂമിയിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. പഴയ നിയമം നൽകിയ ചില സൂചനകൾ, അല്ലെങ്കിൽ പഴയ നിയമം വിരൽ ചൂണ്ടിയ ചില പ്രത്യേക വശങ്ങളുണ്ട്. അതിന്റെ നിവർത്തീകരണമാണ് യേശുക്രിസ്തുവിൽ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമായിട്ടും യേശുക്രിസ്തു ചെയ്തത് വെളിപ്പെടുത്തുകയായിരുന്നു. റിവീലിംഗ്, റിവലേഷൻ. ദൈവത്വത്തെ മനുഷ്യൻ എന്ത് ചെയ്യുകയായിരുന്നു? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ബാക്കി പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ എന്ത് ചെയ്തിരിക്കുന്നു? അവനെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും, സർവ്വലോകത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന, ഇത്രയും സർവശക്തനായിരിക്കുന്ന, സർവജ്ഞാനിയായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ദൈവത്തിന് ഒറ്റ വാക്കുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും എന്ന് പറയുമ്പോൾ മൊത്തം പ്രപഞ്ചത്തെ മുഴുവൻ വാക്കുകൊണ്ട് സൃഷ്ടിക്കാൻ ശക്തിയുള്ള ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരു വാക്ക് ദൈവം ഒഴിവാക്കിയാൽ എല്ലാവരും എന്ത് ചെയ്യാം? എന്നാൽ ദൈവത്വത്തിൽ നിന്നുകൊണ്ട്, ദൈവത്വത്തിന്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനേക്കാൾ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കും. സ്വർഗത്തിലിരുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നമുക്ക് നാം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള ദൈവം എന്ത് ചെയ്യുക? ഇറങ്ങി വരിക. അപ്പോ ഉൽപ്പത്തി മുതലേ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ ആ നേച്ചർ, ആ ദൈവത്തിന്റെ പ്രകൃതം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് താഴേക്ക് വരിക, താദാത്മ്യപ്പെടുക എന്നുള്ള ഒരു തലം വേദപുസ്തകത്തിന്റെ കാതലായ ഒരു വിഷയമാണ്. ഇത് മറന്നുപോലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവം താഴേക്ക് ഇറങ്ങി വരിക, നോട്ടിലുള്ള കാര്യമല്ല, പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരിക, താദാത്മ്യപ്പെടുക, ഒന്നായിത്തീരുക, ഈ ഒരു പ്രവണത ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പോയിട്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? സമയാസമയങ്ങളിൽ വെയിലാറുമ്പോൾ എന്നിട്ട് ചോദിക്കുക, ഒരു ദിവസം കാണാതായപ്പോൾ ദൈവം ചോദിക്കുക, കാണാനിട്ടല്ല, അറിയാനിട്ടല്ല, ആ ആദം ചുരുട്ടുകൂടി അത്യരെ ഉണ്ടാക്കി എവിടെ ഇരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ടെങ്കിലും ആ മനുഷ്യനോട് അവനായിരിക്കുന്ന അവസ്ഥയിലുള്ള ഏകീഭവിക്കാനുള്ള ദൈവത്തിന്റെ തുറന്ന ഹൃദയമാണ് മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. ഇനി എവിടാ? നമ്മുടെ വീട്ടിൽ പിള്ളേരിരിക്കുമ്പോൾ നമുക്കറിയാം എവിടെ വീണ്ടും, എന്നാലും നമ്മൾ ചോദിക്കും, നീ എവിടാ? ഇവിടെ ഒന്നും ഇല്ലയോ എന്ന് ചോദിക്കുന്ന അർത്ഥം നമുക്കറിയാം. നമ്മുടെ വീക്ഷണ പരിധിക്ക് പുറത്തൊന്നും എന്ത് ചെയ്യത്തില്ല. അവന്റെ പ്രായം അനുസരിച്ച് അവന് പോകാൻ പറ്റത്തില്ല. നമ്മുടെ പരിധിക്കകത്തവനുണ്ട്. എങ്കിലും നമ്മൾ ചോദിക്കും, നീ എവിടാ എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നത് ദൈവത്തിന്റെ അറിവ് കേടുകൊണ്ടല്ല. അങ്ങനെ ചിന്തിക്കരുത്. ദൈവം മിണ്ടാതിരിക്കുന്നതും അറിവ് കേടുകൊണ്ടല്ല. ദൈവം നമ്മളോട് പല കാര്യങ്ങളിലും താദാത്മ്യപ്പെട്ട് നമ്മുടെ നിലവാരത്തിലേക്ക് വന്ന് നമ്മെ ഉയർത്താൻ ദൈവമാണ്. ഇത് വേദപുസ്തകത്തിന്റെ കാതലായ ഒരു ചിന്തയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഭൂമി കാല് കുത്താൻ ഇടയില്ലാഞ്ഞിട്ട് നോഹ വിട്ട പക്ഷി തിരിച്ചവിടെ വന്നു. എന്തുകൊണ്ടാണ്? വെള്ളം. അതുപോലെ ദൈവപുത്രന് കാല് കുത്താൻ,
എങ്കിലും അതിന് കർത്താവ് മനസ്സ് വെച്ചു. അതാ ഇന്ന് രാത്രി നമ്മൾ പഠിക്കും. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്, ഞാനിത് ഇത്രയും പറഞ്ഞു കൊണ്ടിരുന്നത്, മതം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ അന്വേഷണമാണ്. അതല്ല ക്രിസ്തീയത. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്ന മതവിഭാഗത്തെ അല്ല ക്രിസ്തീയത, ക്രിസ്തീയ മാർഗം എന്ന് പറയാൻ എനിക്കിഷ്ടം. കർത്താവ് ഒരുക്കിയ വഴി എന്ന് പറയുന്നത് മനുഷ്യന്റെ ദൈവത്തിന് വേണ്ടിയുള്ള അന്വേഷണമല്ല, ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടിയുള്ള അന്വേഷണം. ഇതാ നമ്മൾ പിന്തുടരുന്ന ആത്മീയതയുടെ വ്യത്യസ്തത എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയത എല്ലാം ഫ്ലോപ്പാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെല്ലാവരിലും ഒരു ഇഷ്ടം പോലെ മതങ്ങൾ ലോകത്തിലുണ്ട്. അതിലൊരു മതമായിട്ട് ഞാനും ചെയ്യുന്നു. പിന്നെ പലരും പലയിടത്ത് പല രീതികളിൽ ആരാധിക്കുന്നു. ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നു. ഇതല്ല, ക്രിസ്തു എന്ന് പറയുന്ന ആളത്വത്തെ ഭൂമിയിൽ കൊണ്ടുവന്നു പ്രവർത്തിപ്പിച്ചതും ദൈവത്തിന്റെ പരിമിതിയല്ല, ദൈവത്തിന്റെ താതാത്മ്യപ്പെടല. ദൈവത്തിലേക്ക് നമ്മളെ കൊണ്ട് വന്നു കൂട്ടിക്കൊണ്ടു പോകാന്ന് പറയുന്നത്. വഴി പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് വന്നേക്കാൻ പറയുന്നവരുണ്ട്. ചിലർ പറയും സാരമില്ല, നമ്മൾ പറയും നമ്മളങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞാലും അവർ പറയുന്ന പറയും സാരമില്ല, വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വഴി തെറ്റാൻ സാധ്യത. അതുകൊണ്ട് ഞങ്ങൾ വന്നെന്ത് ചെയ്യും? അപ്പൊ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്ന അതേ റിസ്ക് ചിലപ്പോൾ അവരും എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. പക്ഷെ എങ്കിലും അവരതിന് മനസ്സോടെ തയ്യാറാകും. എന്നിട്ട് വന്ന് നമ്മളെ എന്ത് ചെയ്യുക, കൊണ്ടുപോകുക എന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ അംശം. അപ്പൊ അത് എപ്പോഴും മനസ്സിലായി. ഭൂമിയിലോട്ടുള്ള കർത്താവിന്റെ വരവെന്ന് പറഞ്ഞാൽ വന്ന് കൊണ്ടുപോകുന്ന, തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് തന്നെത്താൻ മനുഷ്യനായിട്ട്, കർത്താവ് മനുഷ്യനായിട്ടാണ്, മനുഷ്യനാകുകയാണ്. കർത്താവ് പാപിയായിട്ടല്ല. ദൈവം അവനെ എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? പാപം ആക്കി. പിന്നെ വേറൊരു ഭാഗത്തുള്ള പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. എല്ലാ പരീക്ഷണങ്ങളും നമ്മളത് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ വേഗത്തിൽ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശ്രമമാണ് യേശുക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത്ര പറഞ്ഞാൽ പോവാണ്. വെളിപ്പെടുത്തിയവൻ എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ജസ്റ്റ് പരാമർശിച്ച ഭാഗം ഞാൻ പറയാണ്, ദൈവത്തെ നമുക്ക് അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ ആക്സസിബിലിറ്റി, നമ്മുടെ സാമീപ്യം, നമുക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള ആ വഴി ഒരുക്കാനുള്ള ദൈവത്തിന്റെ തന്നെ പരിശ്രമമാണ് എന്ത്? ആര്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന സംവാദത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന സംവാദത്തിൽ എന്റെ കന്യകയുടെ പുത്രനായിട്ട് വന്നതിനെ കുറിച്ചും ആ മനുഷ്യനാണെന്നും ദൈവമാണെന്നും ദൈവം അല്ലെന്നും ദൈവത്തിന് എങ്ങനെ പുത്രനാകാൻ കഴിയും, ദൈവത്തിന് എങ്ങനെ, ഇതിനകത്തൊന്നും വിഷയമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ പരിമിതിയിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ വിശാലതയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ദൈവത്തിന്റെ ശ്രമമാണ് യേശുക്രിസ്തു. അത് മനസ്സിലായി. അല്ലാതെ നമ്മളെ കുറെ ഈ പരിമിതമായ ബുദ്ധി ഇട്ടുകൊണ്ട് ഇവിടെ അടിച്ച് കലക്കി യൂട്യൂബിനകത്തും കൊടുത്ത് അങ്ങനെയും കൊടുത്ത് ഇങ്ങനെയും കൊടുത്ത് വാദങ്ങളും വിവാദങ്ങളും സൃഷ്ടിച്ച് ജീവിതം കളയേണ്ട കാര്യമില്ല. നമുക്ക് പരിമിതിയാണ്, നമ്മുടെ ബുദ്ധി പരിമിതമാണ്. നമുക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പരിമിതി ഉണ്ടോ. നമ്മുടെ പരിമിതി തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ വലിമയിലേക്ക് നമുക്ക് കയറി ചെല്ലാൻ ദൈവം തന്നെ ഒരുക്കുന്ന വഴിയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തി. ദൈവരാജ്യത്തിന്റെ ഒരൊറ്റ കാര്യങ്ങൾ ചിന്തകനായ ഒരു ദേവദാസൻ എനിക്ക് പറഞ്ഞതാണ്, ഇവിടെ ദുബൈൽ പറഞ്ഞതാണ്, വെളിയിൽ നിന്ന് വന്ന് പ്രസംഗിച്ചപ്പോൾ. ദൈവരാജ്യത്തിന്റെ ഒരൊറ്റ കാര്യങ്ങൾ നമ്മുടെ ഡിസ്കവറി അല്ല, നമ്മുടെ ബുദ്ധിയുടെ കണ്ടുപിടുത്തമല്ല. അത് മനസ്സിലാക്കിയത്. ഈ വചനമോ നമ്മുടെ പ്രാർത്ഥനയോ അതിന് മറുപടി കിട്ടുന്നതോ ദൈവത്തിൽ ആനന്ദിക്കുന്നതോ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതോ നമ്മൾ ആലയത്തിൽ പോകുന്നതോ ഇവിടെ വന്ന് ദൈവജനം പഠിക്കാനിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, യാദൃച്ഛികമല്ല, പിന്നെ സ്വയം താല്പര്യപ്രകാരവുമില്ല, ദൈവത്തിന്റെ നിർണയത്തിലാണ് നമ്മൾ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, ദൈവികമായ ഒരു 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 സമീപ്യം നമ്മളെ ദൈവത്തിലേക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും, പക്ഷെ ചിലരെ കുറിച്ച് ദൈവത്തിനൊക്കെ താല്പര്യം, ചിലരെ കുറിച്ച് ദൈവം കുറച്ചുപേരെ വേണ്ട അടുത്തേക്ക് പോകണം. എല്ലാവർക്കും ഈ വേദപുസ്തക ചരിത്രം പഠിച്ചാൽ എല്ലാവർക്കും ദൈവത്തോട് സമീപിക്കാനുള്ള സാധ്യത ദൈവം ചെയ്തിരിക്കാൻ പറ്റും.
സംഭവിച്ചു. ഈ വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ അതാണ് അടുത്ത സ്റ്റേജ് നമ്മൾ പഠിക്കുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തി പറയുമ്പോൾ രണ്ട് രീതികളിലാണ് ദൈവം തന്നെ. ഒന്നാമത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വേദപുസ്തകത്തിലെ പ്രഥമ ലേഖനമായിരിക്കുന്ന ഏതാണ്? വേദപുസ്തകത്തിലെ പ്രഥമ ലേഖനം ഏതാ? അയ്യോ, എന്താ ചെയ്യും? വേദപുസ്തകത്തിലെ പ്രഥമ ലേഖനം ഇതിൽ മറുപടി ഉണ്ടോ സഹോദരിമാർ? ഏതാ പ്രഥമ ലേഖനം? പിന്നെ റോമാലേഖന വേദപുസ്തകത്തിലെ ചോദിച്ചോളൂ. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കി സ്റ്റെപ്പ് വെച്ചാൽ അത് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് ഇതുവരെ ഞങ്ങൾ പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് ബാക്കി വെച്ചാൽ പോയി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല അഭ്യാസവും കാലഘട്ടമൊക്കെ പഠിച്ചിട്ട് ചാടി കയറണം 5 സ്റ്റെപ്പൊക്കെ. അത് വേണ്ട, ലളിതമായിട്ട് ചിന്തിക്കും. വേദപുസ്തകത്തിലെ പ്രഥമ ലേഖനം ആദ്യത്തെ 4 സുവിശേഷം, പിന്നെ അപ്പോസ്തലരുടെ ചരിത്ര പുസ്തകം, പിന്നെ ആദ്യം വരുന്ന ലേഖനം റോമലേഖനത്തിനകത്ത് എന്താ ഒരു വ്യക്തമായ ഒരു പിക്ചർ നമുക്കാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിത്തരും. റോമലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? റോമർ 1:18. സാവകാശം വായിച്ചു. അനീതി കൊണ്ട് മനുഷ്യരുടെ ദൈവത്തിന്റെ കോപം എന്ത് ചെയ്തു? ആർക്കാ? എന്തിനു വേണ്ടിയാ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു? വെളിപ്പെടും. പക്ഷേ അങ്ങനെ വെറുതെ അങ്ങ് ദൈവത്തിന് കോപിക്കാൻ എങ്ങനെ പറ്റുന്നത്? കാരണം ദൈവം നമ്മളോട് ഒരാള് ശിക്ഷ തരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിലുള്ള റീസൺ എന്ത് ചെയ്യണം? കോടതി പോകുമ്പോൾ ശിക്ഷ തരുന്ന ചുമ്മാ ഇയാളത് ചെയ്തോണ്ട് ഇയാളെ ഞാൻ ഇങ്ങനെ തൂക്കിക്കൊല്ലാൻ പറ്റിക്കും ചുമ്മാ പറയുക അല്ല. ദിവസങ്ങളും സമയങ്ങളും എടുത്ത് എന്ത് ചെയ്യുക? അതിന്റെ റീസൺ എന്ത് ചെയ്യുക? നമ്മളെ ആദ്യം ബോധ്യപ്പെടുത്തുക നമ്മളതിന് ഈ ശിക്ഷയ്ക്ക് തെറ്റുകാരനാണെന്നും തത്തുല്യമായ ശിക്ഷയ്ക്ക് അർഹനാണെന്നും എന്ത് ചെയ്യും? അല്ലേ? പറഞ്ഞ പോലെ ഇവിടെ നോക്കിയേ എന്താ ചെയ്യുന്ന ദൈവം? 19-ാം വാക്യം, ദൈവത്തെ കുറിച്ച് വെളിവാക്കിയല്ലോ. അപ്പം ഭയങ്കര സംശയം ചേർക്കൊണ്ട് ഇവര് കർത്താവിനെ കുറിച്ച് ആരും ഒന്നും അറിയാത്തവരുടെ കാര്യം എന്താണ്? ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യർക്കും, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും മനുഷ്യന്റെ ബുദ്ധിയുടെ അങ്ങോട്ടുള്ള സമീപനമല്ല. ദൈവം മുൻകൈയെടുത്ത് ഇങ്ങോട്ട് തന്നെ കുറിച്ച് വെളിപ്പെടുത്തി തരാൻ സകല പരിശ്രമം ദൈവം ചെയ്യുന്നു. അപ്പോൾ പ്രകൃതിയിലൂടെ തന്റെ ഭൂമിയിലുള്ള ഇടപെടലിലൂടെ, പ്രകൃതി എന്ന് പറയുമ്പോൾ ഭൂമി എന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെ, മനസ്സിലാകുന്നു, തന്നെ കുറിച്ച് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അതാ എഴുതിയിരിക്കുന്നത്, അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അടുത്തത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, ദൃശ്യമല്ല അദൃശ്യ ലക്ഷണങ്ങൾ, എവിടെ മുതല? ലോക സൃഷ്ടി മുതൽ. ലോകം സൃഷ്ടിച്ചിട്ടാണ് ആരെ സൃഷ്ടിക്കുന്നത്? ഉറപ്പാണത്. അതിന് സംശയം വല്ലതും ഉണ്ടോ? ലോകം സൃഷ്ടിച്ചിട്ടാണ് ദൈവം ചെയ്തത്, മനുഷ്യനെ സൃഷ്ടി. അപ്പൊ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി, കണ്ടോ, ബുദ്ധിക്ക് തെളിവായി എന്ത് ചെയ്യുന്നു? വെളിപ്പെട്ട് വരുന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താതെ, ഈ തെറ്റിൽ ഇന്ന ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താതെ ലോകത്തിന്റെ നിയമത്തിനകത്ത് പോലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷ വിധിക്കാൻ, ശിക്ഷാവിധി നടപ്പിലാക്കാൻ ഒരിക്കലും, മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെക്കാളിലൊക്കെ മാന്യമാണ്. മനുഷ്യനങ്ങനെ ചെയ്യുന്നെങ്കിൽ ദൈവം അതിനേക്കാൾ മാന്യതയാണ്. പിന്നെ പലതും വ്യക്തിപരമായതുകൊണ്ട് നമ്മളെല്ലാം ഒന്നും അറിഞ്ഞെന്ന് വരികയില്ല. ഓരോരുത്തരുടെയും
വ്യക്തിപരമായ ജീവിതത്തിലുള്ള ദൈവിക ഇടപെടൽ അവരുടെ ബുദ്ധിക്ക് ദൈവം എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? വെളിപ്പെടുത്തി കൊടുത്തിട്ട് മാത്രമാണ് ദൈവം ഇടപെടുന്നത്. ഏത് വിഷയങ്ങളാണെങ്കിലും ലോകത്തിൽ, ഏത് വ്യക്തിയോടുള്ള ബന്ധത്തിലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ലോകത്തിൽ നടക്കുന്ന ദൈവിക ഇടപെടലെല്ലാം ദൈവം ഇടപെടുന്നതിന് മുമ്പേ അതിനെ കാര്യകാരണ സഹിതം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു മെയിൻ പ്രോഗ്രാമാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ തന്നെ വെളിപ്പെടുത്തി തരിക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ നമുക്കെത്തിയില്ല, പ്രാപ്തിയില്ല, നമുക്ക് ഒത്തിരി പരിമിതിയുണ്ട്. വി ഹാവ് സോ മെനി ലിമിറ്റേഷൻസ്. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പരിമിതിക്ക് അതുകൊണ്ടാണ് ദൈവം ബലമുള്ളതിനെ രഞ്ജിപ്പിപ്പാൻ, അല്ലേ? അങ്ങനല്ലേ ഓരോ പൊരുത്തലായിരുന്നു ബലമുള്ളതിനെ രഞ്ജിപ്പം ബലഹീനമായല്ലേ? അവിടെ ദൈവത്തിന്റെ അടിസ്ഥാന യോഗ്യതകൾ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള സമീപനമല്ല, ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള തയ്യാറെടുപ്പാണ് നമ്മെ തന്നെ വെളിപ്പെടും. അങ്ങനെ ദൈവം ലോകത്തിന്റെ സ്ഥാപനം മുതൽ, അല്ലെ? അങ്ങനെ നമ്മൾ വായിച്ചു, ലോക സൃഷ്ടി മുതൽ ദൈവം ചെയ്യുന്ന തന്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വെളിപ്പെടുത്തി. എന്തിനാ വെളിപ്പെടുത്തുന്നത്? അടുത്ത വാക്ക് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് അടുത്ത സെക്ഷൻസോടെ എഴുതിയിരിക്കുന്നത്. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ. ആരും പറയരുത് നീ എന്നെ, ചെല്ലു പറയും എല്ലാം തലവരെയാണ്. ദയവ് ചെയ്ത് പെന്തക്കോസ്തുകാരോ ക്രിസ്തീയ വിശ്വാസികളായി ബൈബിളിനെ പിന്തുടരുന്നത്, പെന്തക്കോസ്ത് എന്നുള്ള വാക്യാനെ വിടുക, ബൈബിളിനെ പിന്തുടരുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് തലവരയെ കുറിച്ച് പറയുന്നത്. തലവരയിൽ ഒന്നും വരച്ചു വെച്ചിട്ടില്ല വേദപുസ്തക പ്രകാരം. തലയിൽ ദൈവം വരച്ചു വെച്ചിട്ടാ ചെയ്യുന്നെങ്കിൽ ദൈവത്തിന് മനുഷ്യനെ ന്യായം വിധിക്കാൻ യാതൊരു എല്ലാം വരച്ചു വെച്ചിട്ട് ഞാൻ 35 വയസ്സാകുമ്പോൾ ഞാൻ വെള്ളമടിക്കാരനാണ്. ഞാൻ എന്റെ ഉദാഹരണമല്ല, ഒരു അറിയപ്പെടുന്ന വികാസം പറഞ്ഞ ഉദാഹരണമാണ്. 35 വയസ്സാകുമ്പോൾ ഞാൻ വെള്ളമടിക്കാരനാകണം. 3-4 വർഷം കറങ്ങി നടന്ന എന്റെ ജീവിത കുടുംബം നോക്കാതെ അരഞ്ഞു തിരിഞ്ഞാണ് ഒരു ദിവസത്തെ അവിടെ നിൽക്കുമ്പോൾ ആ കരയേതാ കടലേതാന്ന് അറിയാൻ വയ്യാതെ ഞാനിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ചീറിപ്പാഞ്ഞ് വന്ന ഒരു വണ്ടി വന്ന് എന്നെ ഇടിച്ചിട്ടു. ആ ഇടിയുടെ ആഘാതത്തിൽ എന്റെ, നിങ്ങളെന്താ പറയുന്നത്, ക്ലാസ് പ്രസംഗമല്ല, ഈ മൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ പ്രസംഗമാക്കിയിരിക്കണ്ട, ക്ലാസ് പ്രയോജനമല്ല. ആ ഇടിയുടെ ആഘാതത്തിൽ എന്റെ പോയി, അങ്ങനെ പറ, കാറ്റ് പോയി. അപ്പൊ ഞാൻ ഉടനെ എവിടെ ചെന്നു? മഹാമദ്യപാനിയായിട്ട് കുടുംബത്തെ നോക്കാതെ ഉത്തരവാദിത്വം നിവർത്തിക്കാതെ ഇയാളുടെ ജീവിതം നശിപ്പിച്ചതുകൊണ്ട് ഇയാളെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം എന്തോ ചെയ്തിരിക്കുന്നു. അവിടെ ചെല്ലുമ്പം ദൈവം പറയാണ് ഇയാളെ ഞാൻ എവിടെ വിട്ടിരിക്കുന്നു? ദൈവം എവിടെ വിടുന്നേ? തെറ്റ് ചെയ്യുന്നവനെ എവിടെ വിടുന്നേ? അല്ലേ? അങ്ങനെ വിധിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റുണ്ട്. ഇങ്ങനാണെങ്കിൽ എങ്ങനെ? തലവരെയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ, ഏതായാലും പുള്ളി അങ്ങോട്ട് വിടും, പരമാധികാരിയാണ്. എന്നാലും പോകുന്ന വഴിക്ക് തിരിഞ്ഞ് ഇന്ന് ചോദിക്കാനുള്ള റൈറ്റുണ്ട്. ഇതെല്ലാം വരച്ചു വെച്ചിട്ട് ഈ കാണിക്കുന്നത് ശരിയല്ലേ? വേദപുസ്തകം പഠിച്ചോ, നിങ്ങൾ ഈ ചുമ്മാ തെറ്റിദ്ധാരണകൾക്ക് അടിമകളായിട്ടിരിക്കരുത്. സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്, നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം കൂച്ചുവില കിട്ടാനേ കൊണ്ടുപോകുന്നില്ല. എന്ത് വേണമെങ്കിലും ചെയ്യാം. ദൈവത്തിന് മുന്നറിവുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. എന്നാൽ അമിത സ്വാധീനം നമ്മുടെ മേൽ വരുത്തി നമ്മളെ ദൈവം ഒരു യാന്ത്രികമായി കൊണ്ടുപോകുന്ന ഒരു പദ്ധതി അല്ല വേദപുസ്തകത്തിൽ. നമ്മളെ ദൈവത്തിൽ റേറായിട്ട് 1-2 പ്രവാചകന്മാരോടുള്ള ബന്ധത്തിലൊക്കെ വേദപുസ്തകത്തിൽ നീ എന്നെ സമ്മതിപ്പിച്ചു, ഞാൻ സമ്മതിച്ചു, എനിക്കൊന്ന് നിരമ്യാവാം. പിന്നെ യോന പിടിവിട്ടു പോയപ്പോ അന്ന് ദൈവത്തിന് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചേ പറ്റത്തുള്ളത് കൊണ്ട് ദൈവം ചെയ്തു കുറെ കൂടി തിരിച്ച് കറക്കി കൊണ്ടുവന്ന് ദൈവം ഉദ്ദേശിച്ച പരിപാടി എന്ത് ചെയ്തു. അങ്ങനെ 2-3 ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് ഒഴിച്ചാൽ ആരെയും ദൈവം, കാരണം എന്താ വെച്ചാൽ ആർക്കും പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ദൈവം എല്ലാം നമ്മളെക്കാൾ ഡീസന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതോർത്തോണം. അല്ല, ദൈവത്തെ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് ഉണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കൺസെപ്റ്റ് ഉണ്ട്. നമ്മളത് ജീവിച്ചു വന്ന രാജ്യത്താണ്, ജനിച്ചു വളർന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദൈവങ്ങളുണ്ട്. അവിടുത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം ഭീകരമായി നിൽക്കുക.
നമ്മളെ പഠിച്ച് തിന്നാൻ നിൽക്കുക. നമ്മൾ അങ്ങോട്ട് പ്രസാദിപ്പിച്ചില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്ത് കളയും? ഞാൻ പൊതുവിലുള്ള ധാരണയാണ്. ദൈവത്തെക്കുറിച്ച് മതങ്ങളെല്ലാം തരുന്ന ധാരണ അതാണ്. പക്ഷെ വേദപുസ്തകം തരുന്ന ധാരണ അതല്ല. ആ ധാരണയിൽ ഞാൻ യേശുവിനെ സേവിക്കുകയാണെങ്കിൽ എന്റെ ആത്മീയത റോങ്ങാണ്. രാത്രി ഞാൻ വ്യക്തമായിട്ട് പറയാം, യേശുവിന്റെ ജീവിതമാണ് പഠിക്കുന്നത്. എന്തിനാ യേശു ജീവിതം കൊണ്ടുള്ള വർദ്ധനയുള്ളതായി പറഞ്ഞു വരുന്നത്? മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് തന്റെ പരമാധികാരത്തിലിരുന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് മനുഷ്യനെ അടിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക എന്നുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ദൈവം മനുഷ്യന്റെ നിലവാരത്തിൽ താതാത്മ്യപ്പെട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന ഇടപാടുകൾ വേദപുസ്തകത്തിൽ കാണുന്ന അബ്രഹാം മുതൽ ഇങ്ങോട്ട് ദൈവത്തെ അനുസരിക്കാൻ തന്മനസ് വെച്ച ദൈവീക ഇടപെടലിന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്ന ദൈവീക ഇടപെടലിനോട് ഭാവാത്മകമായി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് പ്രതികരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവം നീ അങ്ങനെയൊക്കെ പ്രതികരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാട്ടെ എന്നല്ല പറയുന്നത്. ഇങ്ങോട്ട് വരിക. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ, അതാ യാക്കോബ് പറഞ്ഞത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ എന്ത് ചെയ്യും? അടുത്ത് വരും. ആ ദൈവത്തിന്റെ പ്രകൃതമെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. അല്ലെ നമ്മൾ ധരിച്ചു വശായിരിക്കുന്നു. രാത്രി നമ്മുടെ മൈൻഡൊക്കെ ഫ്രീ ആകണം. വെള്ളിയാഴ്ച പോയില്ലെങ്കിൽ ദൈവം വല്ലതും പുള്ളി വെച്ചാലും ദേവിയത് ഇന്ന പരിപാടിയാണ് നിർത്തിയത്. ഞാൻ ഈ ക്ലാസിന്റെ കൂട്ടത്തിൽ ഊതുപോലെ പറയുക, ഇന്ന് അങ്ങനത്തെ ആത്മീയതയാണ് നിർത്തിയത്. അങ്ങനല്ല, ഹൃദയംഗമായി ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുക. കാരണം ദൈവം അതുപോലെ നമ്മളോടുള്ളത്. അങ്ങനെ തിരിച്ചു ദൈവം തന്നെ വെളിപ്പെടുത്തി. അന്ന് അബ്രഹാം ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യനും കൂടെ ഉടമ്പടി ചെയ്യുമ്പോൾ അന്ന് ഏറ്റവും വിലയുള്ളതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പെട്ടെന്ന് പരാമർശം. അബ്രഹാമൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വിലയുള്ളത് എന്താണ്? സമ്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? മൃഗങ്ങൾ. ഏതെല്ലാം കന്നുകാലികൾ ഓരോ വീട്ടിൽ എത്ര ഉണ്ടോ അതിനനുസരിച്ചാണ് അവരുടെ സാമ്പത്തിക ശേഷി. അപ്പോൾ എന്തെങ്കിലും ഒരു ഉടമ്പടി കൈമാറ്റം ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താ? മനസ്സിലാകുന്നു? നോർമലായിട്ട് ചിന്തിക്കുക. നമ്മൾ ഹിസ്റ്ററി പഠിച്ചാൽ മതി. ഞാനീ പറയുന്നത് ബൈബിൾ പഠിക്കുന്നതല്ല, ഹിസ്റ്ററി പഠിച്ചാൽ മതി. അന്നത്തെ കൈമാറ്റത്തിന്റെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? മൃഗങ്ങൾ. അപ്പൊ ദൈവവും അബ്രഹാമുമായിട്ട് ഉടമ്പടി ചെയ്യാൻ വന്നപ്പോ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാം, ഞാൻ പറയുന്ന പരിധിക്കകത്തോടെ നീ വാങ്ങുന്നതല്ല പറയുന്നത്. അന്നത്തെ നൊമാഡിക് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ തീറ്റി ഒരു പച്ചിപ്പിൽ അവിടെ ഭക്ഷണ സാമഗ്രികൾ തീർന്നു കഴിയുമ്പോൾ കന്നുകാലികൾക്ക് അടുത്ത പച്ചിപ്പ് എവിടെ ഉണ്ടെന്ന് നോക്കി ഇങ്ങനെ സഞ്ചരിക്കുന്ന മൃഗസമ്പത്തുമായി സഞ്ചരിച്ച് മുമ്പോട്ട് പോകുന്ന സമൂഹങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ അവരെ ആക്രമിക്കാൻ വരുമ്പോൾ അവരുടെ കന്നുകാലികളെ സംരക്ഷിക്കാനും കന്നുകാലികളെ സൂക്ഷിക്കുന്ന ദാസിദാസന്മാരെ സംരക്ഷിക്കാനും ഇതിനകത്ത് കുറച്ചുപേരെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുക. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വീട്ടിൽ 318 അഭ്യാസികൾ ഉണ്ടായിരുന്നു എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അന്നത്തെ സംവിധാനത്തിന് വേണ്ടതായ കാര്യങ്ങളാണ്. മനസ്സിലാകുന്നു? അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദൈവം ഒരു ഉടമ്പടി ചെയ്യാൻ തീരുമാനിച്ചപ്പോ അബ്രഹാമിനോട് പറയുന്നത്, നീ ഒരു മൃഗത്തെ കൊണ്ടുവന്ന് ദൈവം അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ഉടമ്പടി ചെയ്യുന്നതിന് മൃഗത്തെ കൊണ്ടുവന്നിട്ട് നടുവേ പിളർന്ന് 2 പിളർപ്പ് വെച്ചിട്ട് അതിന് നടുവിലൂടെ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടാണ് ഈ ഉടമ്പടി ചെയ്യുന്ന 2 കൂട്ടരും കൂടെ ഈ രക്തത്തിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പീസായിട്ട് ഒരു മൃഗത്തെ പിളർന്നു വെച്ചാൽ അതിൽ നിന്ന് രക്തം ഒഴുകി വരുമ്പോൾ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും പോകുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എന്ത് ചെയ്തു? ഒരു വലിയ ഉടമ്പടി ഞങ്ങൾ തമ്മിൽ എത്തി. രണ്ടാമത്തെ കാര്യം, ഈ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്ന ആളിനെ മറ്റേ ആളിന് ഈ നിലവാരം വരെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരനുഷ്ഠാനം. മനസ്സിലാവും? അന്നങ്ങനെ. അപ്പൊ ദൈവം നോക്കിക്കുക, അന്ന് പുതിയൊരു വലിയ സംവിധാനം കൊണ്ട് വരുമല്ലായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറയാ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങളോട് നോക്കും. മനുഷ്യന്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം മുഴുവൻ എന്ത് ചെയ്യുന്നത്?
അതിന്റെ പൂർണ്ണതയാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതല് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവ് വരെ, ശ്രദ്ധിക്കുന്നുണ്ടോ? ലോകത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ അങ്ങനെ നമ്മളുടെ വായിച്ചേ, ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി എന്ത് ചെയ്യുന്നു? എന്തിനു വേണ്ടി? അവർക്ക് പ്രതിവാദം. എന്താ പ്രതിവാദം? ഞാൻ അറിഞ്ഞില്ല, എന്റെ ഭാഷ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതൃത്വത്തോട് പറയാം. പക്ഷെ ദൈവത്തോട് ഒരു കാര്യത്തിൽ നമുക്ക് എത്തിയെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മുടെ ബുദ്ധിക്ക് തെളിവാകുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സകല വിഷയങ്ങളും ദൈവം വ്യക്തമാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തിലെ സകല ഇടപാടിൽ ദൈവം അത് ചെയ്യുന്ന കാരണം വേറൊന്നും കൊണ്ടല്ല, ദൈവം നമ്മളെക്കാൾ നീതിമാനും നമ്മളെക്കാൾ ജീവിക്കുന്നതാണ്. ദൈവം തന്റെ പ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ പ്രശ്നം എന്താ പറ്റിയത്? 21-ാം വാക്യത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞില്ല എന്നാർക്ക് പറയാൻ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവിക ഇടപെടലിന്റെ ഏറ്റവും കാതലായ കാര്യം ദൈവം നമ്മുടെ സ്തുതി കേട്ടിട്ട് എൻജോയ് ചെയ്യാനിരിക്കുകയാണെന്നുള്ളൊരു ധ്വനിയാണ് ഇപ്പോഴത്തെ ആത്മീയ ഗോളത്തിനകത്ത് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റാ പറഞ്ഞു, അങ്ങനെ ഒന്ന് സൂചിപ്പിക്കണം. നമുക്ക് എന്തെങ്കിലും നടന്നു കിട്ടണമെങ്കിൽ ഇത് നമ്മുടെ ഇവിടുത്തെ ഭൂമിയിലെ നമ്മുടെ ഇടപാടായതുകൊണ്ട് ഇത് വെച്ചോണ്ട ഇപ്പൊ ദൈവത്തിന്റെ അടുക്കലെ കഴിയുമോ? എനിക്കിന്നത്തെ പല ആത്മീയതയും കണ്ട് വളരെ ദുഃഖമുണ്ട്. മനസ്സിലാക്കിക്കേ, ഒന്ന് നോക്കിക്കേ, ദൈവത്തെ ഒന്ന് സൂചിപ്പിക്കുക, അതിന്റെ ആവശ്യമില്ല. കാരണം ദൈവം വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് പൊക്കി കഴിയുമ്പോൾ പുള്ളി എന്ത് ചെയ്തു? വെരി ഗുഡ് മോനെ, അപ്പുറത്ത് പ്രാർത്ഥിക്കാത്ത സ്തുതിക്കാതെ അധികം സ്തുതിക്കാത്ത നമ്മുടെ വിചാരം ദൈവം നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മളെല്ലാം കാണുന്നത്, നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മളെ പോലെ. നമുക്കാരും രണ്ട് ഒരു സ്തുതിയൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ, നമ്മളെ ഒന്ന് പുകഴ്ത്തിയാൽ നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ എന്തും ഇല്ലെങ്കിൽ ഇരിപ്പ് കണ്ടിട്ട് പാസ്റ്റർ കാര്യം ഞങ്ങളുടെ കാര്യം പറയുന്നുള്ള ഒരു ഇരിപ്പ് പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും യാഥാർത്ഥ്യത, മനുഷ്യന്റെ പൊതുവെ ഉള്ളൊരു യാഥാർത്ഥ്യത. നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, എന്റെ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനങ്ങ് ഭയങ്കരമായിട്ട് ദൈവം അങ്ങനെയല്ല. ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദവും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സദാപ്പുകൾ നിൽക്കുന്നതും അവിടെ നടക്കുന്ന പരിപാടിയെ കുറിച്ചൊക്കെ ഉള്ള വർണ്ണനകളൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ആ 7:25 ചെല്ലാനൊക്കെ അതുപോലത്തെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, മഹത്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ചെറുപ്പം നമ്മൾ മനസ്സിലാക്കി ദൈവത്തിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ദൈവം അത് കേട്ടിട്ട് ദൈവത്തെ എൻജോയ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ വലിപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവമാണ് അതവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ. അടുത്തത് മഹത്വീകരിക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിമയെ കുറിച്ചുള്ള ബോധ്യം, ദൈവം ആരാണെന്നുള്ള അറിവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? We are glorifying God by knowing who He is. അവൻ ആരാണെന്ന് അറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതിന്റെ പേരാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ താങ്ക്സ് ഗിവിംഗ് ഉണ്ട്. അതിന്റെ അടുത്ത ഭാഗം നന്ദി കരയറ്റുക. എന്തിനാണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് എന്നോട് കാണിക്കുന്ന ദൈവത്തിന്റെ അതിന് പറയുന്ന ഒറ്റ വാക്കാണ് ഗ്രേസ്. ആ ഗ്രേസ് ഓർത്ത്, കൃപ ഓർത്ത് ദൈവത്തിന് ചെയ്യുക, നന്ദി കാണിക്കുക. ഇത് ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ ഭക്തരായിട്ട് ഉണ്ട്. എല്ലാവരും ഇവിടെ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ്. തങ്ങളുടെ നിരൂപണങ്ങളിൽ. അപ്പൊ അവിടെ ഒരു ചെറിയ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ദൈവത്തിന്റെ മഹത്വത്തെ ശരിയായിട്ട് കാണാൻ ഒരു വ്യക്തി ശ്രമിക്കാതിരിക്കുകയും ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് ആ വ്യക്തി എന്തിലേക്ക് പോകുമെന്നറിയാമോ? ഈ വാക്യം പോലെ
ദൈവത്തിന്റെ വലിമയെ ഓർത്ത് ദൈവം എന്നീ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നീ എത്ര വലിയവനാണ് എന്ന് ദൈവത്തെ മനസ്സിലാക്കാതെയും ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്ക് ദൈവത്തിന് നന്ദി കൊടുക്കാതെയും ഇരിക്കുന്ന ഒരാൾക്ക് സംഭവിക്കാവുന്ന അപകടം അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? തങ്ങളുടെ നിരൂപണങ്ങളിലേക്ക് പോകും. ഇമാജിനേഷൻസ് അങ്ങ് വർദ്ധിക്കും. നിരൂപണങ്ങൾ കൂടുമ്പോഴാ പിന്നെ ബുദ്ധിയും ഒക്കെ ആയിട്ടുള്ള വലിയ കളികളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? വിവേകമില്ലാത്ത ഹൃദയം. പണ്ടൊരാൾ ഉരുട്ടുപോയി പെട്ടെന്ന് വായിച്ചപ്പോൾ ശ്രദ്ധിക്കാതെ കണ്ണിന്റെ പ്രശ്നം കൊണ്ട്. അങ്ങനല്ല, വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു. വിവേകമില്ലാത്ത ഹൃദയം. അപ്പൊ നിരൂപണങ്ങൾ കൂടിയാൽ ഹൃദയം എന്ത് ചെയ്യും? ഇരുണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞ ആവശ്യമില്ലാതെ വെറുതെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. നിരൂപണങ്ങളിലേക്ക് പോകരുത്. സ്വന്തമായിട്ട് നിരൂപിക്കുക. ചിലർക്ക് നിരൂപിക്കുക. അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ പോകും. രാവിലെ മഞ്ഞെടുത്തോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അത് നാട്ടിലിരിക്കുന്ന കുടുംബത്തിന് അങ്ങനെ വരും, അവിടെ അങ്ങനെ പ്രശ്നം വരും, ഇവിടെ ഇങ്ങനെ കമ്പനിയിൽ നിന്ന് നാളെ എന്ത് ചെയ്യും? ഇങ്ങനെ ടെർമിനേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തത് മിക്കവാറും അടുത്ത ലിസ്റ്റിനകത്ത് പറയാതെ ഇങ്ങനെ ചുമ്മാ എന്ന് നിരൂപിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല. ഈ പറയുന്നവരാരും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും കാണത്തില്ല. പക്ഷെ ഈ നിരൂപണങ്ങളിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുക? ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ വരും, ഇങ്ങനെ വരും, അത് സംഭവിക്കും, ഇങ്ങനെ ആയി പോകും, എഴുന്നേക്കാൻ പറ്റും, ഭയങ്കര കാലുവേദന. അപ്പൊ എവിടെയെങ്കിലും പണ്ട് കാലുവേദന വന്ന് എഴുന്നേക്കാൻ വയ്യാത്ത ഒരാളിനെ കുറിച്ചുള്ള ഓർമ്മ പെട്ടെന്ന് നമ്മുടെ ഹൃദയം. എന്നത്തിന് മിക്കവാറും ഞാനും എന്താവും? ഇതിനെ ഇങ്ങനെ നിരൂപിക്കും. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യാൻ നമ്മളങ്ങോട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ അധികം നിരൂപണങ്ങൾ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? നിരൂപണങ്ങൾ വർദ്ധിച്ചാൽ നമ്മുടെ ഹൃദയം വിവേകമില്ലാതായി അതെന്ത് ചെയ്യും? ഇരുട്ട് ഒന്നും കാണത്തില്ല. നോക്കുകളെല്ലാം എന്തായിരിക്കും? ഇത് സംഭവിക്കാതിരിക്കാനാണ് ദൈവം തന്നെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബുദ്ധിക്ക് തെളിവായി വരത്തക്കവണ്ണം ദൈവം തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക്, എന്റെ ബുദ്ധിയല്ല, ഇവിടെ ഓരോരുത്തരുടെ ബുദ്ധി വ്യത്യസ്തമാണ്. നമ്മുടെ എല്ലാം ബുദ്ധിയുടെ അളവ്, ആ അവരവരുടെ ബുദ്ധിയുടെ അളവിനനുസരിച്ച് ദൈവം നമുക്ക് എന്ത് ചെയ്യും? തന്നെ എന്ത് ചെയ്യും? വെളിപ്പെടുത്തി തരും. ആ വെളിപ്പാട് ശരിക്ക് ഏറ്റെടുത്താൽ നിരൂപണങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കും. വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് നിരൂപണങ്ങൾ. വളർച്ചയുടെ അഭാവം കൊണ്ടാണ് പലപ്പോഴും ഭയപ്പാടുകൾ വർദ്ധിക്കുന്നത്. നമ്മൾ കുഞ്ഞ് പെട്ടെന്ന് പേടിക്കും, ഭയക്കും. കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അവർക്ക് പിന്നിൽ അറിയത്തില്ല. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും? സധൈര്യം ഫേസ് ചെയ്യും, നോർത്ത് വയ്ക്കും. ഇനിയും ഇവർക്ക് പറ്റുന്ന ഇരുട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പറ്റുന്ന ഒരു അവസ്ഥ കൂടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ പറയുന്ന ആരാണെന്ന ഇനിയിപ്പോ മനുഷ്യനെ മനസ്സിലാക്കാൻ വലിയ പാടില്ല. ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ അറിവിലേക്ക് വരാതെ ഞങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾ ചെയ്യുന്ന ആത്മീയതയാണ് ശരി, ഇതിനപ്പുറമൊന്നുമില്ല, ഇതാണ് കറക്റ്റ് എന്നുള്ള ധാരണകളിൽ മുൻപോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ ഹൃദയം എന്ത് ചെയ്യുകയാണ്? വിവേകം നഷ്ടപ്പെടുക, മൂഢരായി പോകുക. ജ്ഞാനികളെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവരാരായി പോകുന്നു? ഇതിൽ പെടാതിരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവം ബുദ്ധിക്ക് തെളിവായി നമുക്ക് തരുന്ന വെളിപ്പാടുകളെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കാൻ, ഏറ്റെടുക്കാൻ. അതിനാണ് ഈ പ്രസംഗവും ഈ ബൈബിൾ ക്ലാസ്സും ഈ വചന വായനയും കുടുംബ പ്രാർത്ഥനയും ഈ പറയുന്ന നമ്മൾ മറ്റ് മുഖാന്തരങ്ങളിലൂടെ വചനം കേൾക്കുന്നതും കറക്കൂപ്പും കീഴിട്ട് പാട്ട് കേൾക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും എല്ലാം ദൈവത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതൊക്കെ എന്ത് ചെയ്തോട്ട് ഇങ്ങോട്ട് എനിക്കിങ്ങോട്ട് തിരിക്കോട്ടെ. അങ്ങനെയാണോ കേൾക്കുന്നതോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഏത് നിലയിലാണ് നമ്മൾ ദൈവത്തെ, ഏത് നിലയിലാണ്? ഞാൻ ദിവസങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ചിന്തിച്ചോണ്ടിരിക്കുക. പല നിലകളിലാ ദൈവത്തെ. ഈ ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടി ദൈവത്തെ. ഇനി ഞാൻ കൃത്യമായിട്ട് ആത്മീയ കൂട്ടായ്മയ്ക്ക് പോയില്ലെങ്കിൽ ദൈവം വല്ലതും നമ്മളെ ശിക്ഷിച്ചാൽ
ചിന്തകനായ ലോകത്തിലുമായി അറിയപ്പെടുന്ന ദേവദാസൻ പറഞ്ഞു, ഈ സ്വർഗം കിട്ടേണ്ടതിന് വേണ്ടി പോലും നമ്മൾ കിടന്ന് ആ സ്വാർത്ഥതയായി പോകരുതെന്ന് ദൈവത്തെ ധരിക്കും. അതൊക്കെ ഇച്ചിരി ആരോട് അത്ര ചിന്തിക്കാൻ നമുക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ പണ്ടൊരാൾ ചോദിച്ചത് സ്വർഗത്തിൽ പോലുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് പറഞ്ഞാൽ, എനിക്കിവിടെ ഒരുമാതിരി കാര്യങ്ങളിലെല്ലാം ഇടപെടുകയും വേണം, എല്ലാ കാര്യങ്ങളും പങ്കാളിയാകുകയും ചെയ്യണം, എന്നാൽ അതെനിക്ക് നഷ്ടമാകുകയും ചെയ്യരുത്. ഈ പരുവത്തിൽ ജീവിക്കുന്നവരുണ്ട്. സ്വർഗം പോവുകയും ചെയ്യരുത്, ഇവിടെ മാക്സിമം എവിടം വരെ പാപം അവിടം വരെ. അപ്പൊ പാസ്റ്റർ എവിടം വരെ പോവാം? ഇങ്ങനെ ജീവിക്കുന്ന ഇവിടെയാണ് യേശു ക്രിസ്തു ഭൂമിയിലെ ഈ പരുവത്തിലൊക്കെ ദൈവത്തിന് പേടിപ്പിച്ച് ചെയ്താൽ മതിയായിരുന്നെങ്കിൽ ദൈവം അവിടെ മധ്യാകാശത്തിലോട്ട് വന്നിട്ട് ഭൂമി എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടുത്ത ഇത്ര മണിക്കൂറിനകം എന്നെ ആരാധിച്ചില്ലെങ്കിൽ അവിടുത്തെ ഞാൻ അധികാരം കാണിച്ച്, കൈക്കരുത്ത് കാണിച്ച്, തന്റെ സർവ ശക്തി കാണിച്ച്, പേടിപ്പിച്ച്, ഭയപ്പെടുത്തി, നമ്മെ കൊണ്ട് ആരാധിപ്പിച്ച്, പ്രസംഗങ്ങൾ പോലും പലപ്പോഴും അങ്ങനെ പേടിപ്പിച്ച് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പിക്കും. കാരണം പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവം യേശുക്രിസ്തു, പിതാവിന്റെ മടിയിലിരുന്ന പുത്രനായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്? ഞാൻ പറഞ്ഞ വാക്കിൽ തന്നെ യേശുക്രിസ്തു വെളിപ്പെടുത്തി ഒരു പിതാവായ. മത്തായി സുവിശേഷം, വെളിപ്പാട് പുസ്തകം നോക്കി ഇതിന്റെ ലേഖകരെല്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത് ആ വാക്കിന്റെ മുമ്പിൽ എന്ത് ചേർക്കുന്നതാണ്? പിതാവായ. യേശുക്രിസ്തു 33 വർഷം ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുക്രിസ്തു സ്വർഗത്തിലിരിക്കുന്ന ആളത്വത്തെ ദൈവമേ എന്ന് വിളിച്ച ഒറ്റ സന്ദർഭമാണ്. എന്റെ ദൈവമേ. ബാക്കി എല്ലാ സന്ദർഭങ്ങളും പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും, പുള്ളി തന്നെ പ്രാർത്ഥിച്ചപ്പോഴും, നമുക്ക് ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോഴും എല്ലാം യേശു പരിചയപ്പെടുത്തി തന്നത് ആരെയാണെന്നറിയാമോ? പിതാവിനെ. പിതാവിന്റെ സ്ഥാനത്ത് ദൈവത്തെ കാണാൻ തുടങ്ങുന്നത് അവിടെ അവകാശങ്ങളുണ്ട്, അവിടെ സ്നേഹമുണ്ട്, അവിടെ ബഹുമാനമുണ്ട്. നമ്മുടെ പിതാവിനെ നമുക്ക് സ്നേഹമാണ്. നമ്മുടെ പിതാക്കന്മാർ ജീവനോടുള്ള ഒരൊറ്റ നോർത്ത് നൽകി അദ്ദേഹത്തെ ഒന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, യഥാർത്ഥമായിട്ട് ആ പിതാവിന്റെ ഒരിക്കൽ ഇരിക്കാൻ, ആശയവിനിമയം ചെയ്യാൻ എത്രയോ താല്പര്യമാണ് നമുക്ക്. അത് കണ്ടീഷണലാണ്. നാളെ ഇന്നത്തെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി പിതാവിന്റെ അടുത്ത് ഇരിക്കുന്ന ഇടപാടുകളോ നമ്മുടെ ആത്മീയത എവിടെ വരെ പോയി? യേശു വെളിപ്പെടുത്തിയതോ സ്വർഗത്തിലെ പിതാവ് സ്നേഹവാനാണ്. ആ പിതാവിനെ വെളിപ്പെടുത്താനാണ് യേശു ഭൂമിയിലേക്ക്. ഞാൻ പറഞ്ഞത്, ലോക സൃഷ്ടി മുതൽ ഇനി യേശുക്രിസ്തു വരെ ബുദ്ധിക്ക് തെളിവായി വരുന്ന വിധത്തിൽ തന്റെ പ്രവൃത്തികളിലൂടെ, പ്രപഞ്ചത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളിലൂടെ ദൈവം തന്നെ തന്നെ നമുക്ക് എന്ത് ചെയ്തിരുന്നു? വെളിപ്പെടുത്തി. അതിന്റെ കൺക്ലൂഷൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് എന്നുള്ള നില, അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യം എന്നുള്ള നിലയിലാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലോട്ട്. മനസ്സിലാവും? ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പാരമ്യതയാണ് ദൈവം തന്നെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റം എവിടാ പറഞ്ഞത്? ലോകത്തിന്റെ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് ദൈവഭൂമി ചെയ്തു വരുന്ന പ്രവൃത്തികളിലൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തോ മനസ്സിലാകുന്നു? എടാ, ഇതിന്റെ പിന്നിലൊരു അദൃശ്യമായ ദൈവം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത്, ദൈവം എന്ന് ചിന്തിക്കാത്തവർക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പിന്നിലൊരു ഒരുമാതിരിപ്പെട്ട നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനമിട്ടവരെല്ലാം തന്നെ രാത്രി ഒഴിവാക്കുമെങ്കിലും ദൈവം എന്ന് വിളിച്ചു. അതാ ലോകത്തിന്റെ ചരിത്രങ്ങൾ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നോക്കി വരുമ്പോൾ ദൈവം തന്നെ വെളിപ്പെടുത്തി
എന്നിട്ട് ഇങ്ങനെ വന്ന് ദൈവം ഭൂമിയിലെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ തന്നെ വെളിപ്പെടുത്തി പിന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ വെളിപ്പാടാണ് ഇവിടെ കാണുന്നത്. ആ വെളിപ്പാടെന്ന് പറയുന്നത് ഉപദേശങ്ങളുടെ വെളിപ്പാടല്ല. ലോകത്തിൽ വന്ന സകല മത ഗുരുക്കന്മാരും അവരുടെ തത്വങ്ങൾ നമ്മളെ ഏൽപ്പിക്കാനാണ്. പക്ഷെങ്കിൽ യേശുക്രിസ്തു മാത്രം ജീവിതത്തിലൂടെ തന്റെ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് എന്ത് അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്താമെന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിൾ തരാനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഇത്ര വർഷം മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തരാവുന്ന ഏറ്റവും വൃത്തിയായിട്ട്, ഏറ്റവും നീറ്റായിട്ട്, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള മാനദണ്ഡം ദൈവം തന്നെ മുൻകൈ എടുത്ത് നമുക്ക് തന്നു കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ശ്രമിക്കുന്നു കർത്താവിനെ അനുഭവിക്കാൻ? ഇതാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം പഠിക്കുന്നതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജീവിതമാണ്. മനസ്സിലാവും? ജീവിതമാണ്. കുറെ ഉപദേശങ്ങൾ പഠിക്കുകയോ പ്രസംഗിക്കുകയോ പരിചയപ്പെടുത്തുകയോ ചെയ്യുന്നതല്ല ക്രിസ്തീയ മാർഗത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തീയ മാർഗത്തിന്റെ അടിസ്ഥാനം ഉപദേശങ്ങളെക്കാൾ പ്രാധാന്യം എന്തിനാണ്? ജീവിതത്തിന്. പക്ഷെ ഇന്ന് നടക്കുന്നത് നേരെ കുറിച്ച്. വെറുതെ നെഗറ്റീവ് എനർജിയിലേക്ക് പോകണ്ട. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കാടുകളിൽ പോകും. അതിലേക്ക് നമ്മൾ പോകണ്ട. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ വചനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവമായി. ആ വചനം എന്ത് ചെയ്തു? ജഡമായി. ഹൃദയ സത്യം നിർണ്ണയനായി. എന്നിട്ട് അവരിൽ നിന്ന് നമുക്ക് ക്രമമായിട്ട് അങ്ങനെ യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം തന്നെ ഉണ്ടല്ലോ. 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു കൃപയിൽ സത്യവും നിർണ്ണയനായി നമ്മുടെ ഇടയിൽ ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കേട്ടോ. അപ്പൊ അപ്പോസ്തലന്മാരായിരിക്കുന്നവർ പറയുകയാണ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് എന്ത് ചെയ്തു? ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കേട്ടൊന്നല്ല. ഞങ്ങൾ എന്നാരും പറഞ്ഞു? അപ്പോസ്തലന്മാർ. കർത്താവിനോടുകൂടെ ഈ 3.5 വർഷം നടന്ന അപ്പോസ്തലന്മാർ പറഞ്ഞു ഞങ്ങൾ പിതാവിൽ നിന്ന് തേജസ് പുത്രൻ ഏകജാതനായവന്റെ തേജസ്സായിട്ട് പിതാവിന്റെ തേജസ്സിനെ ഞങ്ങൾ എന്ത് ചെയ്തു? കണ്ടു. അവര് കണ്ടത് അവര് തങ്ങളുടെ ജീവിതത്തിലൂടെ അടുത്ത തലമുറയ്ക്ക് വെളിപ്പെടുത്തിയപ്പോ അടുത്ത തലമുറയിലുള്ളവര് അങ്ങനെ തലമുറ മാറി 2015 വന്നിരിക്കുന്ന നമ്മൾ എന്ത് ദൈവത്തിന്റെ തേജസ് കണ്ടു. ശരി, തേജസ് കണ്ട് ദൈവമത്തെ കണ്ടിട്ടില്ല. നമ്മുടെ കർത്താവിനെ പിൻബലമാണ്. ശരി, കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത തലമുറയ്ക്ക് കാണാൻ പറ്റുന്നത് പറഞ്ഞോണ്ട് വേണം നമ്മൾ ഈ വരവ്. കർത്താവിന്റെ വരവ് വൈകിയാൽ അടുത്ത് വരുന്ന ജനറേഷന് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അടുത്ത തലമുറയ്ക്ക് കാണാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ദൈവതേജസ് വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഉദ്ഭവിപ്പിച്ച കർത്താവ് അടിസ്ഥാനം വെച്ച ആത്മീയതയിലേക്ക് ഈ ആധുനിക ആത്മീയ സമൂഹത്തിന് അത്യാവശ്യമായ ഒരു മടങ്ങിപ്പോകും. കാരണം കേൾക്കാൻ ഒത്തിരി മാധ്യമങ്ങളുണ്ട്, കേൾക്കാനുണ്ട്, വായിക്കാനുണ്ട്, പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ ചോദ്യം യേശുക്രിസ്തുവിന്റെ ജീവിത ശുശ്രൂഷയെ പഠിക്കാൻ ദൈവത്തിന്റെ വന്നിരിക്കുന്നവരോടുള്ള എന്റെ ചോദ്യമാണ്, കാണാനുണ്ട് ദൃശ്യമായ മേഖലയിൽ നമ്മിൽ നിന്ന് ദൈവതേജസ്സായിട്ട് കാണാം, ദൈവത്തിന്റെ മഹത്വമായിട്ട് കാണാം. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അടുത്ത തലമുറയ്ക്ക് കാണാനുള്ളത്. ഇതൊരു വലിയ ചലഞ്ചായിട്ട് നമ്മുടെ തലമുറയിൽ വന്നിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു വന്നത് പഴയ നിയമത്തിൽ. ഒന്നാമത്തെ കാര്യം യേശുക്രിസ്തു ആരാണ് വന്നത്? വെളിപ്പെടുത്തുന്നതിനായി. രണ്ടാമത്തെ കാര്യം യേശുക്രിസ്തു വന്നത് പ്രവാചകനായി, പ്രൊഫറ്റായി. ആദ്യം മുതലേ പ്രവാചക ശബ്ദങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ആരാ പ്രവാചകൻ? പ്രവാചകനായ
ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള അരുളപ്പാട് മനുഷ്യനോട് പറയുന്നവനാണ്. യഹൂദൻ അത് പ്രതീക്ഷിച്ചിരുന്നതിൽ അവർക്ക് കിട്ടിയ ഏറ്റവും പരമോന്നതമായ ഒരു വെളിപ്പാടായിട്ട് യേശു ക്രിസ്തു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശു ഒരു പ്രവാചകനായി ഭൂമിയിലേക്ക് വന്നു, ദൈവത്തിന്റെ ശബ്ദമാണ്. മൂന്നാമത്തെ കാര്യം, യേശു ക്രിസ്തു വന്നത് പഴയ നിയമത്തിന്റെ പകർച്ച അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം എന്നുള്ള നിലയിൽ മൂന്നാമത്തെ കാര്യം കാണാൻ കഴിയുന്നത് വീണ്ടെടുപ്പുകാരനായിട്ടാണ്. യേശു വീണ്ടെടുപ്പുകാരൻ. എന്താ വീണ്ടെടുപ്പുകാരൻ? അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് യേശു അവരെ ഒരു വീണ്ടെടുപ്പുകാരനെ പ്രവേശിച്ചു. അതെവിടെ തുടങ്ങിയതാ വീണ്ടെടുപ്പ് എന്നുള്ള ചിന്ത? യഹൂദനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറെ പുസ്തകം പഴയ നിയമം സംബന്ധിച്ച് വീണ്ടെടുപ്പ് എന്നുള്ള ചിന്ത എവിടെ തുടങ്ങിയതാണ്? ഇത്രയും വെച്ചതോ അവിടെ നിങ്ങൾ ന്യായപ്രമാണത്തിനകത്ത് വീണ്ടെടുപ്പ്, അങ്ങനെ പല ഉദാഹരണങ്ങളും കാണാൻ കഴിയും. ഒരു വീണ്ടെടുപ്പ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നിന് പകരം ഒന്നിനെ നൽകി, അതിനെ വിലയായിട്ട് നൽകി, ഇതിനെ എന്ത് ചെയ്യുക, നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുക എന്നാണ് വീണ്ടെടുപ്പുള്ള അർത്ഥമാണ്. ഇത് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു രാജാവായ, ഒരു മശീഹയായിട്ട്, ഒരു ഭരണാധിപനായിട്ട്, ദാവീദിനെ പോലെ ഒരു ഭരണാധിപനായിട്ട് ഒരുവൻ വന്ന് ഇവരെ വീണ്ടെടുക്കുമെന്നും ഇവരെ മടക്കിക്കൊണ്ടുവരുമെന്നും പൂർവസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുപോകും, മുൻ അവകാശത്തിലേക്കും ആ വിലയുള്ള അനുഭവത്തിലേക്കും ആ സുരക്ഷിതത്വത്തിലേക്കും മടക്കി കൊണ്ടുപോകും എന്നുള്ള ഒരു ബോധ്യം ഇവരെല്ലാം ചിന്തകളും. ഈ യാഗമൊക്കെ അതിന്റെ നിഴലായിട്ടാണ്. അതിന്റെ പൂർത്തീകരണമാണ് വിശദീകരണം ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ ഉടമ്പടി വാക്കുകൾ പൂർത്തീകരിക്കുന്ന, നീതിയോട് സമാധാനത്തോടുകൂടെ ഭരണം നടത്തുന്ന വീണ്ടെടുപ്പുകാരനായ ഒരു വ്യക്തിയെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ ന്യായപ്രമാണ പുസ്തകം തരുന്നുണ്ട്, പഴയ നിയമം തരുന്നുണ്ട്. അത് നമുക്ക് എവിടെ കാണാൻ കഴിയും? ഇതിന്റെ പൂർത്തീകരണം. ഒടുവിലായിട്ട് യേശു ക്രിസ്തുവിനെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിന്റെ പുത്രനായ, ദാവീദിന്റെ പുത്രനായ യേശു. ദാവീദിന്റെ പുത്രനായിട്ടും അബ്രഹാമിന്റെ പുത്രനായിട്ടും എന്ന് പറഞ്ഞാൽ ദൈവത്തെ സേവിച്ച് നിന്ന പിതാക്കന്മാരുടെ പിന്തുടർച്ചയിൽ നിന്ന ഒരു പുത്രനായിട്ട് ആരെ വെളിപ്പെടുത്തുന്നു? പ്രധാനമായിട്ടും പഴയ നിയമത്തിന്റെ ചുവട് പിടിച്ച് 4 നിലകളിലാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഉയരത്തിലിരിക്കുന്ന മഹത്വവാനായ പിതാവിനെ വെളിപ്പെടുത്തുന്നവൻ. 2, ദൈവത്തിന്റെ ശബ്ദം ഭൂമിയിൽ വിളിച്ചു പറയുന്ന പ്രവാചകൻ. 3, എന്താണ്? വീണ്ടെടുപ്പുകാരൻ, നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മടക്കിക്കൊടുക്കാൻ ഉദ്ധരിക്കാൻ വന്നവൻ. 4, ഒരു പിതാക്കന്മാരുടെ പൈതൃകത്തിൽ പിന്തുടർന്നു വരുന്ന ഒരു സന്തതി. അതാണ് ദാവീദിന്റെ പുത്രൻ എന്നുള്ള നമുക്ക് കാണാം. ഈ 2 വംശാവലി രേഖകളാണ്, 2 പേരാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി. അതിനെ ഓർത്ത് നമ്മൾ അതിന്റെ പേരുകളാകണ്ട. 2 വായിച്ചു നോക്കിയാൽ 2 രീതിയില്ല, 2 തരത്തിലുള്ള പേരുകളാണ്. മത്തായി കാണുന്ന പേരുകളല്ല എവിടെ കാണുന്നത്? എവിടെയൊക്കെ യേശുവിന്റെ വംശാവലിയുള്ള? മത്തായിലും ലൂക്കോസും. മത്തായിയിൽ കാണുന്ന പേരുകളുമല്ല, മത്തായി എടുത്ത സ്റ്റെപ്പും അല്ല ലൂക്കോസ് എടുത്തത്. ഈ 2 വംശാവലികൾ തമ്മിൽ വ്യത്യസ്തതയുണ്ട്. എന്നാൽ അതോർത്ത് നമ്മളാരും ബാധപ്പെടണ്ട. നമുക്ക് ദൈവകൃപയാൽ ആരെയും കിട്ടി. കാരണം വേറൊന്നുമല്ല, യേശുക്രിസ്തുവിന് മാനുഷികമായ ഒരു വംശാവലി പൂർണ്ണതയിൽ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. കാരണം സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ളവായതല്ല ആരും. അതുകൊണ്ട് ലൂക്കോസ് എഴുതി തുടങ്ങുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. യേശു തന്റെ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് 30 വയസ്സായി. അടുത്തത് അവൻ ജോസഫിന്റെ മകനെന്ന് ജനം കേട്ടിട്ടില്ല. 23:23. അവൻ യോസഫിന്റെ മകനായിരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവൻ യോസഫിന്റെ മകനെന്ന് ജനം. ലൂക്കോസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? ലൂക്കോസ് ബുദ്ധിയുള്ള ആളാണ്.
ബുദ്ധിയിൽ നിന്ന് തന്നെ വളരെ വിദഗ്ധമായിട്ടാണ് ആ വാചകം എഴുതി വെച്ചിരിക്കുന്നത്. ജനം വിചാരിച്ചവൻ ജോസഫിന്റെ, നമുക്കറിയാം അവൻ ജോസഫിന്റെ മകൻ ശരിയായ, പക്ഷെ ഭൂമിയിൽ യേശുവിന് ജീവിക്കാൻ വളരാനൊരു സംവിധാനം ദൈവം ഉണ്ടാക്കി കൊടുത്തതാണ്. ആര്? മറിയയും പരിശുദ്ധാത്മാവിനാലാണ് യേശു. അതുകൊണ്ട് വംശാവലി ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടാന്നറിയാമോ? ലൂക്കോസ് കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെ വരെയാണ്? അത് വായിച്ച് വരുമ്പോ 38-ാം ഭാഗം. ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. മാനുഷികമായ ഒരു വംശാവലിയെ പറ്റിയെ കൊണ്ടുവന്നിട്ട് ലൂക്കോസ് എവിടെ കൊണ്ട് കാണിച്ചത്? ദൈവത്തിന്റെ മകനായ ആദാമിന്റെ മകനായ ശേത്തിന്റെ മകനായ, ഇങ്ങനെ പറഞ്ഞു ആരെ വരെ പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ക്ലോസ് വെച്ചു. ജനം വിചാരിച്ചു യേശു. രണ്ട് വംശാവലി കിടക്കുന്നു. വർണ്ണം വായിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, വർണ്ണം വായിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്നു. എന്തോ അതോ ഓർക്കാൻ അതവിടെ കിടന്നോട്ടെ. ഞാൻ പഠിക്കുന്നുള്ളത് വംശാവലി അവിടെ കിടന്നു. സമയം കിട്ടുമ്പോൾ വായിക്കുക, മനസ്സിലാക്കുക. അത് കഴിയും. അത് നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ഒരു കാര്യം, യേശുവിന് മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകം വരുന്നു. മുമ്പേ നമ്മളൊന്ന് തൊട്ടുപോയി. യോഹന്നാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായിട്ട് വരുന്നതിനെ കുറിച്ച് യെശയ്യാ പ്രവാചകനും മലാക്കി പ്രവാചകനും വ്യക്തമായി തങ്ങളുടെ പ്രവചനങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. ആര് വരുന്നു? യേശു വരുന്നു. യേശുവിന് ആരെ വഴിയൊരുക്കുന്നത്? സ്നാപക യോഹന്നാൻ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ. എന്താ യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാ? എന്താ പറയുന്നത്? യോഹന്നാൻ സ്നാപകന്റെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. മത്തായി 3:3 3:1 മുതൽ വായിച്ചു. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക. മത്തായി സ്വർഗ എന്ന് പറയുമ്പോൾ മറ്റു വിശ്വാസന്മാര് ദൈവ എന്ന് പറയുന്നത് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാരും പഠിക്കില്ല. ഈ പല പഠിപ്പികളുണ്ട്. സ്വർഗരാജ്യം വേറെ, ദൈവരാജ്യം വേറെ. ഇതൊന്നും ഓർത്താരും വ്യാപനപ്പെടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ട. വല്ലവരേ ഇവിടുത്തെ ജീവിതം പൂർത്തീകരിച്ച് അങ്ങ് എത്താൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഇവിടെ സ്വർഗരാജ്യം, അവിടെ ദൈവരാജ്യം. ഇതൊന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് രാവിലെപ്പെടില്ല. മത്തായി ഒരു കറതേർ യഹൂദനായതുകൊണ്ട് യഹൂദനെ സംബന്ധിച്ചുള്ള ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ അവൻ ഏറ്റവും മിനിമലായിട്ട് പറയുന്നു. ഗതികെട്ട് പറയേണ്ടി വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു രീതി അവരുടെ കൾച്ചറിലുണ്ടായി. എല്ലാവരും അതുകൊണ്ടല്ല പറയാൻ പറ്റുന്നവരൊക്കെ. ഈ ദൈവം എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ക്രൈസ്തായിട്ടുള്ള പകർത്തി എഴുതുന്ന, വചനം പകർത്തി എഴുതുന്ന, ഈ ദൈവമെന്ന് നേരിട്ട് പറയാൻ വയ്യാത്തതിൽ തന്നെയാണ് അവരെ ഓവായിരുന്നത് ഉപയോഗിച്ചിരുന്നവരെ പറയുന്നത്. ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുക പറയുന്നത് എന്തുവാ? മോശ ചോദിക്കുന്നു, നീ ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞപ്പോ ദൈവം എന്ന് പറഞ്ഞു, ഞാനാകുന്നവൻ. ഇനി ദൈവശാസ്ത്രത്തിൽ കിടന്ന് നമ്മളെ കഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ദൈവം എന്താ പറഞ്ഞ്? ഞാനാകുന്നവൻ. ബുദ്ധിക്ക് തെളിവാകത്തക്ക നിലയിൽ ദൈവം വെളിപ്പെടുത്തി തന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി വെക്കുക. അല്ലാത്തതൊക്കെ വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ആവശ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിലുള്ള ബന്ധത്തിൽ ആവശ്യം ഉള്ളതാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ പിന്നെ ഓർത്താൽ മതി, ഇപ്പൊ നമ്മൾ അംശമായിട്ട് അറിയുന്നു, പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദിവസം ഉണ്ട്. പിന്നെ അറിയാൻ ശ്രമിച്ചു, അതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഈ ശ്രമം കൊണ്ട് ജീവിതത്തിൽ ഞാനൊരു മേഖല ഉള്ളത് കൊണ്ടാണ് ഞാനിതൊന്നും തൊട്ട് വരാൻ ശ്രമിച്ചത്. വെറുതെ ഈ ശ്രമം കൊണ്ട് ജീവിതം നശിപ്പിക്കുന്നത് അതിന്റെ ആവശ്യമില്ല. കർത്താവിനെ നമുക്ക് അറിയണമെന്ന് അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കി. യോഹന്നാൻ പറയുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെടുന്നു. അടുത്തത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നുണ്ട് വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കുകയും എന്റെ പാത. ഇതാ യോഹന്നാന്റെ സന്ദേശം. ഇതെവിടുന്ന് വന്നേക്കുന്ന? മത്തായി വോട്ട് ചെയ്തേക്കുന്നതാണ്.
എന്നിങ്ങനെ യശയ്യാപ്രവാചകൻ പറഞ്ഞവനുകൾ തന്നെ എന്ന യശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ യേശുക്രിസ്തുവിന്റെ വഴിയുണ്ട്. കർത്താവിന്റെ വഴി, വേ ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ വഴി. യേശു പറഞ്ഞു ഞാൻ വഴി സത്യവും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഈ ഭാഗം നമ്മൾ പറയും, മനസ്സിലാക്കും. അപ്പൊ യോഹന്നാൻ വന്നു. ഇനിയും യോഹന്നാനെ എന്റെ വീക്ഷണത്തിൽ, എന്റെ പഠനത്തിൽ ഞാൻ യോഹന്നാനെ പഴയ നിയമത്തിൽ കൂട്ടത്തില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു അവസരം ഇട്ടിരുന്നുള്ളൂ, ചിന്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു അവസരം ഇട്ടിരുന്നുള്ളൂ. യോഹന്നാൻ പഴയ നിയമത്തിന്റെ പിന്തുടർച്ചക്കാരനാണെന്ന് പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കർത്താവ് പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്താ പറഞ്ഞു? സ്ത്രീകൾ ജനിക്കുകയും യോഹന്നാനേക്കാൾ, പക്ഷെ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ. സ്ത്രീകൾ ജനിച്ചവൻ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പിന്തുടർച്ചയും ഓട് വരുമ്പോൾ യോഹന്നാനേക്കാൾ വലിയവൻ. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യമാണ് പറയുന്നത്. യേശു ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ. ചുരുക്കം പറഞ്ഞാൽ ഞാനൊരു ഒരു മധ്യഭാഗമാണ് യോഹന്നാൻ കൊടുത്തത്. എന്റെ അഭിപ്രായം പറഞ്ഞു പഠനം ചിന്തിക്കാൻ. യോഹന്നാൻ ഞാൻ കൊടുക്കുന്നത് പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ ഇടയിൽ പുള്ളിയുടേതായിട്ട് മാനസാന്തര പുസ്തകം. കാരണം അപ്പന്റെ പുസ്തകത്തിനകത്ത് എന്തില്ല മാനസാന്തര പുസ്തകം. ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പൂർണ്ണ ക്രമപ്രകാരം വന്ന് നടത്തുന്ന ആളായിരുന്നു. ആര്? സെക്രട്ടറി. അവര് ദൈവത്തിന്റെ നീതിയുള്ളവരായിരുന്നു, നമ്മളുടെ വിശ്വസ്തരായിരുന്നു, പരമാർത്ഥികളായിരുന്നു. കൂറിന്റെ ക്രമപ്രകാരം കൃത്യ സമയം കൂറിന്റെ ക്രമം അബിയാക്കൂറിൽ കൂറിന്റെ ക്രമപ്രകാരം അവൻ വന്ന് അവരുടെ സമയമായപ്പോൾ ആരോഗ്യം വന്നിട്ട് ചെയ്തു പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചു പോകും. പക്ഷെങ്കിൽ ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ പിന്തുടർച്ചയാകാനല്ല ദൈവവിളി കേട്ട യോഹന്നാൻ അറിയാമല്ലോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതാണ്. അവരവിടെ വാർത്തത് യഹൂദ്യ മരുഭൂമിയിൽ പാർന്നു. അവൻ പുരോഹിതന്മാർക്ക് ധരിക്കാൻ ഒരു കാരണവശാലും വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ലാത്ത വസ്ത്രം എന്താണ്? സ്വരോമം കൊണ്ടുള്ള അരയിൽ എന്തുവാ ഭക്ഷണം? വെക്കിളിയിൽ. അപ്പൊ എങ്ങനെ അദ്ദേഹത്തിന്റെ ന്യായപ്രമാണത്തോട് വിധി? ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതമല്ല, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ. ഇനിയും പുതിയ നിയമവ്യവസ്ഥയ്ക്കകത്തേക്ക് യോഹന്നാൻ വന്നിട്ടുമില്ല. അതിന് മുമ്പ് എന്ത് ചെയ്തു? അദ്ദേഹം ശുശ്രൂഷ തയ്ച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക ദൈവസ്ഥാനം. ഈ വേറെ ഭാഗത്ത് കർത്താവ് പറയുന്നുണ്ട്, ഏലിയാവ് വന്ന കാര്യങ്ങളെല്ലാം യഥാസ്ഥാനത്താക്കും. ഏലിയാവ് ആരോട് പറഞ്ഞു? അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി ആരെ കുറിച്ച് പറഞ്ഞു? യോഹന്നാൻ. ഏലിയാവ് ഉടനോടെ സ്വർഗത്തിലോട്ട്. ഇതൊന്നും ഓർക്ക് വിഷമിക്കണ്ട. ഏലിയാവ് വന്നതിന്റെ ഒരു പുതിയ നിയമ അല്ലെങ്കിൽ പുതിയ നിയമത്തിനും പഴയ നിയമത്തിനിടയ്ക്കുള്ള ദൈവത്തിന്റെ ഒരു പ്രത്യേക പ്രോഗ്രാമിനകത്ത് എടുത്ത വ്യക്തിയാണ്. യോഹന്നാനെ കുറിച്ച് ഏറ്റവും ചിന്തനീയമായ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, അദ്ദേഹം പറഞ്ഞു, അവനോ വളരണം, ഞാൻ വഴി ഒരുക്കിയിട്ട് വേണം അവൻ. നമുക്കൊക്കെ ഉള്ളൊരു സംഭവം ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഷ. ഞാൻ വഴി ഒരുക്കിയിട്ട് വേണം അവൻ വല്ലതും ശുശ്രൂഷ. എന്നെയാണ് ദൈവം എന്ത് ഏൽപ്പിച്ചിരിക്കുന്നത്? അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അവിടെ അവനാണോ വരുന്നത്, ഞാനാണോ? ഈ തർക്കം, ഈ സംഘട്ടനം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നടന്നുണ്ട്. നമ്മൾ വഴിയൊരുക്കിക്കൊടുത്ത പലരും നന്ദി കാണിക്കാത്തതിന്റെ പ്രയാസം ഇപ്പോഴും നമ്മുടെ മനസ്സിലാണ്. പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ യോഹന്നാൻ കാട്ടിത്തരുന്ന പാഠം എന്നെ വളരെ ചിന്തിപ്പിച്ചു. താൻ വന്നു വഴിയൊരുക്കി കണ്ടുപിടിച്ചു. നിങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിനെ ഉയർത്താൻ. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ നമ്മൾ പല ഉപകാരങ്ങളും ചെയ്തിട്ടില്ല. പലപ്പോഴും അവർ നമ്മളെ മറന്നില്ല, നമ്മളെ ഗണിച്ചെന്ന് വരത്തില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, കർത്താവിനെ ഉയർത്താൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളിൽ
കർത്താവിനെ ഉയർത്താൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നോ അതിനനുസരിച്ച് നമുക്കുള്ള നന്മ ദൈവം അതിന് വഴി. യോഹന്നാനെ കുറിച്ച് കർത്താവ് എത്ര സാക്ഷ്യം പറഞ്ഞു നോക്കുകയും. എന്നാൽ മറ്റൊരു ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത് യോഹന്നാന്റെ മരണം. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ബൈബിൾക്കാസായോണ്ടാ പറയുന്നത്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അകാലത്തിലായിരുന്നു കർത്താവിന് വഴിയൊരുക്കാനല്ല നിന്നെ വിട്ടെ. പല കാര്യത്തിൽ കയറി ഇടപെടാൻ പോയതുകൊണ്ടാണോ എന്നൊരു ചോദ്യം ഇപ്പോഴൊക്കെ മനസ്സിലായി. ഹേരോദാവിന്റെ വിഷയത്തിൽ കയറി ഇടപെട്ടു. അവിടെ പിന്നെ ഹേരോദയ്ക്ക് ഉള്ളിൽ യോഹന്നാനോടുള്ള വൈരാഗ്യം തീരുള്ളിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അവസരം വന്നപ്പോ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു. ആ സമയത്ത് യോഹന്നാൻ ഒന്ന് ചഞ്ചലിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചു. ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കുവോ, അല്ലാതെ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞു ടൈറ്റൽ പാസ്റ്റർ ഇങ്ങനെ പഠിപ്പിച്ചെന്ന് പറയാനല്ലോ. നിങ്ങൾ ചിന്തിക്കുവോ? ലാസ്റ്റ് വന്നു എടാ 2 പ്രാവശ്യം യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാ. ഒരു പ്രാവശ്യം പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, മറ്റൊരു പ്രാവശ്യം പറഞ്ഞു ഇതാ ലോകത്തിന്റെ. അത് രണ്ടിന്റെ രണ്ടർത്ഥത്തിലാണ് പറയുന്നത്. കാരണം മഹാഭാവ പരിഹാര ദിവസം യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ച് 2 ആടിനെ കൊണ്ടുവരും. ഒന്നിനെ അസ്വസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തലയെ കൈവച്ചിട്ട് എവിടെ കൊണ്ടുവിടും? മരുഭൂമി വിടും. ഒന്നിനെ മഹാപുരോഹിതൻ എന്ത് ചെയ്യും? യാഗം കഴിച്ച് അതിന്റെ രക്തവുമായിട്ടാണ് അവിടെ പോകുന്നത്, അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ പഠിക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ് വിശദീകരിക്കാൻ നേരമില്ല. അപ്പൊ ഈ 2 ആടിനെ പഴയ നിയമത്തിൽ സാദൃശീകരിക്കുമ്പോൾ അത് 2 പ്രാവശ്യം യോഹന്നാൻ വിളിച്ചു പറയുന്നു. ഒന്ന് പറയുന്നു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്, അതിന്റെ അർത്ഥം ഇത് അർക്കപ്പെടുന്ന കുഞ്ഞാണ്. വേറെ ഇത് വിട്ടയക്കപ്പെടുന്ന, മരുഭൂമിയിൽ വിട്ടയക്കപ്പെടുന്ന കുഞ്ഞാണെന്ന്. രണ്ടാമത്തെ പറയുന്നു ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതിന്റെ അർത്ഥം എന്തോ? ഇത് പാപത്തെ ചുമന്നുകൊണ്ട് ഇത് മരിക്കേണ്ട കുഞ്ഞാണ്. അപ്പൊ ഈ 2 നിലകളിലുമുള്ള അർത്ഥവ്യാപ്തിയിൽ യോഹന്നാൻ വിളിച്ചു പറയുന്നു. പിന്നെ പറഞ്ഞു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പോൾ യോഗ്യനല്ല. വേറെ ഭാഗത്ത് സ്നാനത്തിന് വേണ്ടി യേശു ഇറങ്ങിച്ചെന്നപ്പോൾ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു, മാനസാന്തര സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ജനമെല്ലാം പാപബോധത്താൽ മനസ്സിൽ കുത്തുകൊണ്ടവരായിട്ട് അവിടെ വന്നപ്പോഴത്തേക്ക് യേശു ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ യോഹന്നാൻ പറഞ്ഞു, നിന്നാൽ സ്നാനം വെക്കാൻ എനിക്ക് ആവശ്യം. നീ എത്ര നമ്മളെ കാത്തിരിക്കണം? നമുക്ക് യോഹന്നാന്റെ മനസ്സൊക്കെ വരണമെങ്കിൽ. ഞാൻ വഴി ഒരുക്കിയിട്ട് ഞാൻ വിസ എടുത്തു കൊടുത്തിട്ട് ഒരുത്തിന് ജോലിക്ക് കൊടുക്കുന്നു. അവനെന്നും മരണം വരെ എന്റെ കീഴിൽ നിൽക്കണം. പക്ഷെ യോഹന്നാൻ അതല്ല ഇവിടെ വരുന്നത്. എന്തെങ്കിലും ദൂരത്തേക്ക് ഏറ്റെടുത്താണ് ഞാൻ പറഞ്ഞതിന്റെ. നമ്മൾ ഒരാൾക്കൊരു നന്മ ചെയ്താൽ ദൈവം നമ്മളെ കൊണ്ട് ജയിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ നമുക്ക് കർത്തൃത്വം ഒന്നുമില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ വന്നു, ദൈവം നമ്മുടെ കാര്യങ്ങളെ ബലപ്പെടുത്തി, ദൈവം നമ്മുടെ അതിരത്തെ ബലപ്പെടുത്തി എന്നുള്ളതല്ലാതെ നമ്മുടെ കഴിവ് സാമർത്ഥ്യങ്ങൾ ചെന്ന് ചെയ്തതല്ല. ഇനി അങ്ങനെ ചെയ്തതെന്ന് കിടന്നാൽ ഈ ആൾ നന്ദി കാണിച്ചില്ലെങ്കിൽ മരണം വരെ നമ്മുടെ മനസ്സിനകത്ത് നെഗറ്റീവ് എനർജി ഫോം ചെയ്തിട്ട് ബ്ലഡിനകത്ത് വിഷം വന്നുകൊണ്ടിരിക്കും. ഈ ആളോടുള്ള വൈരാഗ്യം തീരുന്നത്. എത്ര പേര് ജീവിതം നഷ്ടപ്പെടുന്നില്ല. അല്ലെ ഈ കൊളസ്ട്രോളും ഈ പറയുന്ന BP, ഈ പറയുന്ന ഷുഗറും എല്ലാം ഏതാണ്ടൊക്കെ എനിക്കുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളൊക്കെ പാസ്റ്റുകളുടെ വിശുദ്ധം വന്നില്ല എന്ന് ചിന്തിക്കേണ്ട കൂട്ടത്തിൽ ഞാനുണ്ട്. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ പരിമിതമായ ചിന്തകൾക്കകത്ത് നമ്മൾ കാര്യങ്ങളെ വ്യാകുലപ്പെട്ട കാര്യമില്ല. നമ്മൾ ആർക്കെങ്കിലും ദൈവം വേണമെന്ന് നന്മ ചെയ്തെങ്കിൽ ചെയ്തോളുക, അത് വിട്ടുകളഞ്ഞേക്കുക, അവരവരുടെ വഴിയെ ജീവിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. അത് ദൈവം നമ്മളെ പ്രേരിപ്പിക്കും, നമ്മൾ ചെയ്തു. എന്തോ എനിക്കത് ആവർത്തിച്ച് പറയാൻ പ്രേരണ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളും നമ്മുടെ ആരോഗ്യവും നമുക്ക് കിട്ടുന്ന നന്മയെ നഷ്ടപ്പെടും. മനുഷ്യരോടുള്ള വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ ഇത്രയും നന്മ ചെയ്തു. ഭൂമിയിൽ മനുഷ്യൻ ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാ. ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട് അവർ തിരിഞ്ഞ് ഇങ്ങോട്ടൊരു പ്രതികരണം ഇല്ല. ഞാൻ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞാൽ അവനോട് പറഞ്ഞിരിക്കുക, എറിയാൻ പറഞ്ഞിരിക്കുക അവനോട്. അതൊന്നും മനസ്സിലാവുന്നവർക്ക് ശിമയി ദാവീദിനെ കണ്ടറിയും. ദാവീദിനോട് യോവാബ് പറഞ്ഞ കാഴ്ചയൊക്കെ ഒറ്റപ്പെട്ട് തല ബോർഡ് പോലെ പറഞ്ഞു പോകുന്ന കാണാം. അമ്മ ഭയങ്കര വിദ്വാന്മാർ യോവാബ്. വളരെ ദാവീദ് കൂടായിട്ട് ഇരിക്കുന്നത്. അവനോട് പറഞ്ഞിരിക്കുക കുറച്ചിടത്തേക്ക് എന്നെ എറിയാൻ, ഞാനൊന്ന് മാനസാന്തരപ്പെടാം. അങ്ങനെ എറിയുന്നവർക്കായിട്ട് ഇന്ന് രാത്രി പകർത്തിയാൻ പറ്റുമോ? എത്രയോ പേര് എറിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിലായി. എന്നിട്ടും ഇനി എന്തോ പരുവ ആകാനിരിക്കുന്നു ഓർക്കുകയും ഇന്ന് രാത്രി ഞാൻ ഓർക്കുന്നത് എന്റെ ജീവിതത്തിൽ കിട്ടി ഏറുകളാ എന്നെ ഒരു പണിയുടെ ദൈവത്തോട് അടുപ്പിച്ചു.
കടത്തിൽ യോഹന്നാൻ ലാസ്റ്റിൽ കടലിലാക്കപ്പെട്ടു. വെളിപ്പാടൊക്കെ പറഞ്ഞോ. അതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൊരു ചർച്ചയും പണ്ട് മുതലേ ഞങ്ങൾ ഈ വിഷയം നേരത്തെ വിഷമം മുതലേ എന്തായോ ഞങ്ങൾ അങ്ങനെ വിഷയമായിപ്പോൾ എന്താ അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും, ഈ വ്യക്തി അകാരണമായ കർത്താവിന്റെ കൂടെ ഒന്ന് നിന്ന് ശുശ്രൂഷയൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കർത്താവിനെ ഒന്ന് 10 പേർ കൊടുത്ത് പരിചയപ്പെടുത്തിട്ട് പോകേണ്ടതിന് പകരം മുന്നമേ പോയി ഏതോ കാര്യത്തിനകത്ത് ഇടപെട്ട് ഏൽപ്പിക്കപ്പെടാത്ത ഏതോ പരിപാടിക്കൊക്കെ പോയതുകൊണ്ടാണോ ഇങ്ങനെ സംശയാസ്പദമായ ഒരു നിലവാരത്തിലേക്ക് തരലാണ് പോയതെന്നൊരു ചിന്ത എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. എന്റെ പൂർത്തീകരണത്തിലേ വന്നിട്ടില്ല. നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വിളിക്കുകയോ പറയുകയോ സംസാരിക്കുകയോ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ എത്തുകയോ ഒക്കെ ചെയ്യാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കും. അപ്പൊ അവരത് ഞാൻ ഒളിവ് വന്നപ്പോൾ പദവി എങ്കിലും ദൈവം യോഹന്നാൻ ഒരിക്കൽ വഴിയിലൂടെ തന്നെ കർത്താവ്. പിന്നീട് നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിത വഴികൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? യേശുവിന്റെ ജനനം, ഇതൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. യേശുവിന്റെ ജനനം വ്യക്തമായ 2 രൂപത്തിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദൈവം കള്ളപ്പാട് കൊടുക്കുന്നു. ഒന്ന്, വെളിപ്രദേശത്ത് ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു, ഇതാ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി രക്ഷകനെന്നിരുന്നു. എഴുത്ത് നിന്നാണ് ദൂരെ നിന്ന് വിദ്വാൻമാരായിരിക്കുന്ന ജ്ഞാനികളായിരിക്കുന്ന ആളുകൾക്ക് നീന്ന് പറയത്തില്ലല്ലേ, ജ്ഞാനികളെ പറയത്തില്ല. വിദ്വാൻമാർ വന്നു. എത്ര പേരാണെന്ന് നമുക്കറിയത്തില്ല, വേദപുസ്തകത്തിലില്ല, നമ്മളതിനകത്ത് ക്ലിയർ ആയി. അപ്പം അന്ന് ദേവദാസം പറഞ്ഞിട്ടാണ് പറഞ്ഞത്, അവർക്കും വേണ്ടി 2 എക്സ്റ്റെൻഡിൽ 2 ദിവസം ആട്ടിടയരായ വെളിപ്രദേശത്ത് പ്രിയപ്പെട്ടവർക്കും അപ്പുറത്ത് അങ്ങേ അറ്റത്ത് ബുദ്ധിയുടെ വാരത്തിൽ നിന്ന് കാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരെങ്ങനെ നിൽക്കുന്നു അവർ. എനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത്, ആട്ടിടയന്മാർക്ക് ദൈവം വെളിപ്പാട് കൊടുത്തത് ഉയരത്തിലാണ്, വിദ്വാൻമാർക്ക് ദൈവം വെളിപ്പാട് കൊടുത്തത് ഉയരത്തിൽ. ആട്ടിടയന്മാർക്ക് ഉയരത്തിൽ സ്വർഗീയ സൈന്യം പ്രത്യക്ഷമായവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കാണുന്നു, ദൈവം നിങ്ങൾക്ക് അവർക്ക് ആ അറിവിന്റെ പരിമിതി ഉണ്ടായിരുന്നവർക്ക് വ്യക്തമായി ദൈവം ചെയ്തു. 2, ജ്ഞാനികളായിരിക്കുന്നവർക്ക് അടയാളം കൊടുത്തു. അവർ അടയാളം അന്വേഷിച്ചു വരുന്നവരാണ്, അവർക്ക് അടയാളം കൊടുത്തു. എന്നാലും ജ്ഞാനം അതിനകത്ത് കയറി. ഈ വെളിപ്പാടിനകത്ത് ജ്ഞാനം കയറിയ അഴിച്ചു പോകുന്നുള്ളത് വേറെ വിഷയം. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറഞ്ഞു. അതാണ് ഈ ചിലരൊക്കെ ദൈവദാസർ ഇത്രയും ശോഭിച്ചെന്നിട്ട് ഇപ്പൊ എന്താ പറ്റി പോയത് എന്താ പറ്റി? കാരണം വെളിപ്പാട് കഴിഞ്ഞ് എന്ത് ചെയ്യും? ജ്ഞാനം കയറി. അപ്പൊ വെളിപ്പാട് കണ്ട് ഇങ്ങനെ വരികയായിരുന്നു. ഇടത്ത് നോക്കണ്ട, വലത്ത് നോക്കണ്ട, ആടെ കുഴിയുണ്ടോ നോക്കണ്ട, ഒന്നും നോക്കണ്ട. കാരണം നക്ഷത്രം പോകുന്ന ലക്ഷ്യത്തിലൂടെ നോക്കിപ്പോയാൽ കുഴി വീഴത്തില്ല. ഞാൻ അത്ര പറഞ്ഞ കൂടെ വിശദീകരിക്കാൻ തന്നെ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാ. ദൈവം നമുക്ക് വെളിപ്പാട് തരാൻ നിർത്തിയ നക്ഷത്രത്തെ നോക്കി പോയാൽ എവിടെ വീഴത്തില്ല, കുഴി വീഴത്തില്ല. നേരെ നക്ഷത്രത്തെ നോക്കി. പക്ഷെ പോയ വഴിക്ക് ഇവരുടെ ബുദ്ധി ഒന്ന് സജീവമായി. ഞങ്ങൾ ആരാ? പഠിക്കൊന്ന് ചിന്തിച്ചുകൂടെ? ദയവ് ചെയ്ത് വെളിപ്പാടിനകത്ത് ബുദ്ധി കയറ്റും. ബുദ്ധി കയറ്റിയപ്പം എങ്ങോട്ട് പോയി? രാജാവ് ജനിക്കാണ് എവിടെ ജനിക്കുന്നുള്ളൂ. ഇന്നേ വരെ രാജാവ് ജനിച്ചതോടാ കൊട്ടാരത്തിന്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ പരിപാടി രാജാവിനെ എവിടെ ജനിപ്പിക്കുകയാണ്. അപ്പൊ അതിനകത്ത് വലിയൊരു മർമ്മമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ എപ്പോഴും ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ആകണമെന്നില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇന്നലെ വരെ രാജാവ് കൊട്ടാരം ജനിച്ചെങ്കിൽ ഇന്ന് ചിലപ്പോൾ ദൈവം രാജാവിനെ എവിടെ ആയിരിക്കും ജനിപ്പിക്കുന്നത്? എവിടെ? അതിന് നിങ്ങൾ പറയും, അത് നിങ്ങളുടെ ഗുഡ് ബോയ്സ് ആൻഡ് ഗുഡ് ഗേൾസ്. എവിടെ ജനിച്ചേ? വഴിയിൽ ജനിച്ചോ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കറിയത്തില്ല എവിടെ കർത്താവിനെ മറിയ വെച്ചിട്ട്. എന്തായാലും കർത്താവ് ജനിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരിക്കലും ചരിത്രത്തിന്റെ സൈക്കിളിനകത്ത് നമ്മൾ പരിമിതപ്പെടുത്തും. ദൈവം എന്തിനേ പ്രവർത്തിക്കും?
രാജാക്കന്മാരുടെ പുസ്തകത്തിൽ യെഹോശാഫാത്തും പിന്നെ ആഹാബിന്റെ മോനും എല്ലാം കൂടെ ഒരു യുദ്ധത്തിന് പോയപ്പോ നോക്കി നോക്കിയ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യുദ്ധത്തിന് പോവാണ്. പോയ വഴിക്ക് 7 ദിവസം വഴി വെച്ച് നടന്ന് മൃഗങ്ങൾക്ക് പോലും ഒരു തുള്ളി വെള്ളം കിട്ടാണ്. എലീശ കിടക്കച്ച് ആലോചന ചോദിക്കുന്നു. എലീശ പറഞ്ഞ് എന്നോടൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആലോചിച്ച് പുറപ്പെട്ടിട്ട് എന്നോടൊക്കെ വന്ന്. എന്നാലും യഹോശാഫാത്ത് ദൈവഭക്തനായിരുന്നതുകൊണ്ട് എലീശ ഒരു ആലോചന പറഞ്ഞു. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷേ നാളെ രാവിലെ താഴ്വരകളിൽ കുഴികളെ കുഴിപ്പയും താഴ്വരകളിൽ വെള്ളം കൊണ്ട് നിറയുന്നു. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മള് അടുത്ത ക്ലാസ്സിൽ യേശുവിന്റെ ഉപദേശങ്ങളെ കുറിച്ചും ശുശ്രൂഷയെ കുറിച്ചും പഠിക്കാൻ മുന്നോട്ട് പോവാണ് വേഗത്തിൽ. ഞാൻ പറയുന്നത് അതിന് മുമ്പ് നേരത്തെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ ബുദ്ധിക്കകത്ത് ദൈവപ്രവൃത്തിയെ പരിചയപ്പെടുന്നത്. നമ്മൾ ഇന്ന വഴിയിലൂടെ നടക്കുന്നവർ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ബോധിക്കുമ്പോഴും ദൈവമേ നീ എന്താണെങ്കിലും നീ പ്രവർത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ കുറച്ച് പ്ലാനുണ്ട് ഇങ്ങനെ നടക്കണോ. അതൊക്കെ വിട്ടു കളഞ്ഞാലേ ദൈവത്തിന്റെ മഹത്വം വരും. നമ്മളേറെ യാഥാർത്ഥ്യമായിട്ട് പറയാം, ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയാം, നമ്മുടെ ബുദ്ധിയും പ്രമാണമൊക്കെ മാറ്റിക്കളയും. ഇനി ബുദ്ധിയും പ്രമാണം എടുത്ത് ഇതിന്റെ ഇടയ്ക്ക് വെളിപ്പാടിനിടയ്ക്ക് കേറ്റാനുള്ള ഒരു കുഴപ്പം പറയാം. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ഈ വിദ്വാൻമാർ ചെന്ന് കയറി എന്നുള്ള ഏക കാരണം കൊണ്ട് ഇന്നും ചരിത്രത്തിൽ ചില നവജാത ശിശുക്കളുടെ കരച്ചിൽ ഇന്നും അന്തരീക്ഷിക്കുക. 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ഹെരോദാവിന്റെ പട്ടാളം തുടങ്ങി വെട്ടി നശിപ്പിക്കുന്നതിന് പിന്നിലെ കാരണം എന്താണെന്നറിയാമോ? ചില മിനിറ്റുകളിലേക്ക് എവിടെ നിന്ന് നോട്ടം മാറ്റി? നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറ്റി. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം പഠിക്കുന്ന ദൈവമക്കളോട് ഈ രാത്രി പറഞ്ഞവസാനിപ്പിക്കുന്ന ദൂത്, നമ്മൾ നല്ല പരിചയമാകും, നല്ല ദൈവകൃപയാകും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിച്ച വിടുതൽ നടക്കും, ശുശ്രൂഷിക്കും, മറ്റുള്ളവർ വന്ന് കൈതന്നിട്ട് പറയും നന്നായിരുന്നു ബ്രദറെ, നന്നായിരുന്നു പാസ്റ്ററെ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ബുദ്ധിയിൽ ആശ്രയിക്കും, സ്വയത്തിൽ ആശ്രയിക്കും, മാനുഷിക ജ്ഞാനത്തിലേക്ക് തിരിയും. ദൈവത്തിന്റെ വെളിപ്പാടിൽ തന്നെ നക്ഷത്രം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഉയരത്തിൽ നിന്നുള്ള നക്ഷത്രത്തിനെ കാണിക്കുന്ന ഉയരത്തിൽ നിന്നുള്ള വെളിപ്പാടിനെ കാണിക്കും. ഉയരത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പരാജയപ്പെട്ടു പോയവരുടെ ചരിത്രമൊക്കെ പഠിച്ചാൽ എന്താണെന്നറിയാമോ? ഇറങ്ങിത്തിരിക്കുന്ന ആളുകളിൽ ഭയങ്കര ആലോചന ചോദിക്കാൻ ദൈവത്തോട് അള്ളപ്പാട് ചോദിക്കാതെ ഒരു ചൂട് വെക്കത്തില്ല. വേദപുസ്തകം വായിക്കാതെ പ്രാർത്ഥിക്കാതെ ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ ഇന്ന് പോകുന്നതിന് മുമ്പ് ഇനിയും 5-8 മിനിറ്റിലോട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ കണ്ണുനീരോട് രാത്രി പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചു വേണം പോകാൻ. സ്തോത്രം. ഞാൻ ക്ലാസ്സുകൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഗൗരവമായിട്ട് ഓർക്കുക, ഏതെങ്കിലും ജീവിതാനുഭവങ്ങളിൽ പഴക്കം കൊണ്ട് യാന്ത്രികമായി തീരുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പഴയകാലത്ത് ആ നക്ഷത്രത്തെ നോക്കി പൊക്കോണ്ടിരുന്നത് പോലെ, ദൈവത്തോട് അരുളപ്പാടി ചോദിച്ചുകൊണ്ടിരുന്നത് പോലെ, ദൈവശബ്ദം കേട്ടോണ്ടിരുന്നത് പോലെ, എന്റെ പാസ്റ്ററെ സത്യമാ ക്രൈസ്തവ സ്തോത്രം, ഓരോ സന്ദർഭങ്ങളിലും ദൈവം ഇടപെടുന്നതും ദൈവം സംസാരിക്കുന്നതും കേട്ട് ചുവട് വെച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് മനസ്സിന് സമാധാനമുണ്ടായിരുന്നു, സ്വസ്ഥമായ ഉറക്കമുണ്ടായിരുന്നു, വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി കാണുന്നുണ്ടായിരുന്നു. എന്നാൽ എവിടെയോ ബുദ്ധി കയറി, ക്രൈസ്തവ സ്തോത്രം, പാരമ്പര്യം കയറി. ക്രൈസ്തവ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഭാഗങ്ങളിൽ ഇന്ന് രാത്രി ആ ഒരു അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രൈസ്തവ ആർക്കെങ്കിലും വ്യക്തിപരമായ അനുഭവം ഇല്ലെങ്കിൽ, അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഒരു വിടുതലായി തീരേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ പുസ്തകമൊക്കെ മാറ്റിവെച്ച് ഒരു 1-2 മിനിറ്റുകൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോകുക, ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഇന്നത്തെ ക്ലാസ്സുകളിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ സ്തോത്രം പരിമിതമായ അനുഭവങ്ങളിലേക്ക് തള്ളിവിട്ട് ദൈവവിധത്തിൽ നിന്ന് അന്യപ്പെടുത്തി കളയുന്ന ഏതെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി രാത്രി എന്നെ ഒരിക്കൽ കൂടെ തരുന്ന കർത്താവ്. ഹല്ലേലൂയ. ഹെരോദാവിന്റെ കൊട്ടാരം കണ്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം ചരിത്രത്തെ കുറിച്ച് പഠിച്ച്, ഹിസ്റ്ററിയെ കുറിച്ച് പഠിച്ച് ദൈവപ്രവൃത്തിയെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എത്രയോ മൈലുകൾ താണ്ടിയാണ് ഈ വിദ്വാൻമാര് യെരൂശലേമിൽ വന്നത്. എന്നാൽ ലക്ഷ്യം തെറ്റിപ്പോയത് ഇറങ്ങിത്തിരിഞ്ഞപ്പോഴല്ല, വന്ന വഴിയിലല്ല. ഹല്ലേലൂയ. മറുപടിയോട് അടുത്തപ്പോഴ, വിടുതലിനോട് അടുത്തപ്പോഴ. ഇനി ചില മിനിറ്റുകൾ കൂടെ കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ അമ്മയായ മറിയോട് കണ്ട് ദൈവത്തെ
മഹത്വപ്പെടുത്താനുള്ള മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ചില അല്ലെങ്കിൽ പരിമിതമായ സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, ദർശനം മാറിപ്പോയതുകൊണ്ട്, കാഴ്ചപ്പാട് മാറിപ്പോയതുകൊണ്ട്, ചിന്തകൾ മാറിപ്പോയതുകൊണ്ട്, മാനുഷിക മുഖാന്തരങ്ങളിലേക്ക് ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ സ്തോത്രം നഷ്ടത്തിന് ഇട വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസിന്റെ അന്ത്യപാദത്തിൽ അല്പ മിനിറ്റുകൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തുറന്ന ഹൃദയത്തോടെ ദൈവാത്മാവ് പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെങ്കിൽ നമുക്കൊരു വിടുതല് ഇന്ന് രാത്രി പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ലെങ്കിലും നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിയോ ഏതെങ്കിലും വിഷയത്തിന് മറുപടി കാണാതെ പരിമിതപ്പെട്ട അനുഭവങ്ങളിൽ വ്യാപനപ്പെടുന്നെങ്കിൽ ഈ രാത്രി അവർക്കൊരു വിടുതൽ വ്യാപരിക്കുവാൻ എന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നുവെങ്കിൽ ഈ രാത്രി അതിന് വിടുതലായി തീരട്ടെ എന്ന് ഓർത്തുകൊണ്ട് എത്ര പേര് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു? ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ദൈവത്തിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാണ്, ഹൃദയത്തോട് പ്രാർത്ഥിച്ചാണ്. കർത്താവേ ഹല്ലേലൂയ. ആറ്റടി വരുമ്പോ, വിദ്വാൻമാരുമ്പോ, വിദ്യാവിഹീനരുമ്പോ, ജ്ഞാന സമ്പൂർണ്ണരുമ്പോ വ്യത്യാസം കൂടാതെ വെളിപ്പാട് നൽകി, ദൈവത്തിനെ കുറിച്ചുള്ള വെളിപ്പാട് നൽകി, അല്ലെങ്കിൽ സ്തോത്രം അവരുടെ വഴിയെ മുന്നോട്ട് നയിച്ചൊരു ദൈവം ഉയരത്തെ ജീവിക്കുന്നെങ്കിൽ ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ എനിക്കൊരു കാഴ്ചപ്പാട് വേണം. നക്ഷത്രം എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ അത് കണ്ടെടുത്ത് ആ ദൈവിക ചാനലിലേക്ക് മടങ്ങി വന്ന് അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചോ അത് പൂർത്തീകരിക്കാൻ ഈ രാത്രി ദൈവത്തെ സഹായിക്കണമേ, എന്റെ കുട്ടിഷ്ടവരുടെ സഹോദരിയെ സഹായിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഓ രാമന ദിയാരമ ശക്തരാധന നീക്കാമന നിങ്ങളുടെ ഭൂസ്കാരങ്ങള അന്തർഭവന പൗരാണികളെ അല്ലെങ്കിൽ നമുക്ക് കാലങ്ങളിൽ വേറൊന്നല്ല, നമുക്ക് വൈകുന്നേരം കൊണ്ടാണെത്തിയതല്ല, നമുക്ക് വന്ന് വൈകുന്നേരമല്ല. ഒരു വാക്ക് ഉയരാൻ കഴിയാത്ത ഒരു ശിശുവിന്റെ നാവിൽ നിന്ന്, ഒരു ശിശുവിന്റെ മുമ്പിൽ നിന്ന്, അവരെ കാണുന്നതിൽ നിന്ന് ഒരിക്കലും മറുപടി ലഭിക്കുവാണെങ്കിൽ അത് ഏറ്റുകൊണ്ടാൽ ഞാൻ ഇന്ന് രാത്രി തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ മുൻപിൽ മറുപടിയുമായി പ്രവർത്തിക്കായി ഞാൻ ഈ രാത്രി എടുത്തു എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവർക്ക് വെളിപ്പാട് രാത്രിയുണ്ട്, അവർക്ക് കാഴ്ചപ്പാട് ഞാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് ദർശനം രാത്രി തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്കൊരു ജീവിതം തരാണ്, ഒരു പൂർത്തിയുള്ള ജീവിതം, ഒരു നിവൃത്തിയായ ജീവിതം. ഈ രാത്രി ആരംഭിക്കൊണ്ടിരിക്കുന്നു, ആശ്രമമാറിയിട്ടില്ല, യാതൊരു മാറിയിട്ടില്ല, ചിന്താപുരപ്പെട്ടിരിക്കുന്നു. എന്റെ ജീവിതം എന്തായിത്തീരുമെന്ന് ഇന്ന് രാത്രി യേശു പറയുന്നു. യേശു തന്റെ ജീവിതം പൂർത്തീകരിച്ച് നിവൃത്തിയായെന്ന് പറഞ്ഞെങ്കിൽ ആ ജീവിതത്തിൽ വെക്കുന്ന ആ വഴിയുടെ യാത്ര ദൈവരെ നിന്റെ ജീവിതത്തിൽ ഒരു പൂർത്തീകരണമാണ്. എന്റെ ജീവിതത്തിൽ നിവൃത്തിയുണ്ട്. ദൈവാത്മാവ് എന്നോട് പറയുന്നോട്ട് ഞാൻ പറയുന്നു, ഹല്ലേലൂയ. ഈ രാത്രി ആശങ്കപ്പെടേണ്ട, അതിലൊരു പൂർത്തീകരണമുണ്ട്, വഴിക്കൊരു നിവൃത്തിയുണ്ട്. നിങ്ങളെ ഓർത്ത് ജീവിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ വലങ്കരം അവൻ പിടിക്കും, നിൽക്കുന്ന ആരോട് സമാനമായ വിഷയങ്ങളുടെ ദൈവം ജയമാറ്റിക്കും. അത് അത്ഭുതകരമായി യേശുവിനെ കണ്ട് നിർമ്മിതയായുമാണ് ദൈവപ്രവൃത്തി കാണാൻ ദൈവത്തിന്റെ രാത്രി എന്നെ സഹായിക്കുന്ന ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളവരിൽ വ്യാപരിക്കുന്നത്. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു ക്രിസ്തുവിന്റെ ജീവിതം പറഞ്ഞ മാധ്യമം പറഞ്ഞിരുന്നു. ദൈവത്തിന് തന്റെ സർവശക്തി ലോകത്തിന്റെ രക്ഷ എന്നുള്ളത് നൊടി നേരം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായി ദൈവം അങ്ങനെ തുനിയാതെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കും. ദൈവത്തിന്റെ പുത്രൻ മനുഷ്യവേഷത്തിനായി ക്രൂശിതമായി നമുക്ക് വേണ്ടി ജീവന്റെ പൂർവ്വം രാത്രി ആത്മാവിൽ തിരിച്ചറിയും. നമ്മുടെ ജീവിതം ധന്യമായി നമ്മെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ ഒരു കാര്യം മാത്രം അതെന്തെന്ന വെളിപ്പാടി നമ്മളെ കണ്ണുറച്ചില്ല. എങ്ങോട്ട് കണ്ണ് മാറി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആരും അസ്വസ്ഥരാകരുത്. നമുക്കുള്ള ദൈവത്തിന്റെ മറുപടിയുടെ സമയമാണെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന സമയമാണ്. മുന്നോട്ട് വിളിക്കാം.